അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. വേദിയിലിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഒരുപാട് സന്തോഷമുണ്ട് ഈ വേദിയിൽ നിൽക്കുമ്പോൾ. കാരണം എൻ്റെ ഈ രചനയുമായി ഞാൻ മുന്നോട്ട് പോയ സന്ദർഭത്തിൽ തന്നെ ഇതിന് പിന്തുണ നൽകിയ ഒരു സർക്കിൾ കൂടിയാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ഈ ഒരു സർക്കിൾ. കാരണം ഞാൻ ഏറെക്കുറെ ഇതിൻ്റെ ഒരു പകുതിയോളം ഇതിൻ്റെ യാത്ര മുന്നോട്ട് പോയപ്പോൾ എനിക്ക് ബന്ധമുള്ള പല നേതാക്കന്മാരോടും ഞാൻ മുഖേനയും അതല്ലാതെയും ഈ ഒരു പാട്ട് കാവ്യത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇതിൻ്റെ ഒരു പ്രചാരണത്തിൽ ഞങ്ങളുടെ ഒരു പങ്ക് ഞങ്ങൾ ഇപ്പോൾ തന്നെ ഉറപ്പ് പറയാണ്. ആ സമയത്ത് ഞാനത് എഴുതി പൂർത്തിയാക്കിയിട്ടില്ല. അന്ന് എനിക്കൊരു പിന്തുണ നൽകിയ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. ഇതിനു മുൻപ് 2020 വാര്യംകുന്നത്ത് സീറപ്പാട്ട് എന്ന പേരിൽ ഒരു 440 വരികൾ യമൻകട്ടി ഇശലിൽ വാര്യംകുന്നത്ത് കുഞ്ഞാമത് ഹാജിയുടെ ജീവിതം ഉടനീളം പറയുന്ന ഒരു കാവ്യം ഞാൻ എഴുതിയിട്ടുണ്ടായിരുന്നു. അന്നും SIO മങ്കട അതിൻ്റെ ഒരു അവതരണത്തിന് എനിക്ക് അവസരം നൽകിയിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന നസറുദ്ദീൻ മങ്കട അദ്ദേഹത്തിൻ്റെ നാട്ടിലേക്ക് തന്നെ എന്നെ ക്ഷണിച്ച് അദ്ദേഹത്തിൻ്റെ യൂണിറ്റിൽ അതിൻ്റെ ഒരു അവതരണം നടത്താൻ എനിക്ക് അവസരമൊരുക്കി. പിന്നീട് ഒരു 4 വർഷം അതിനുശേഷമാണ് ഞാനത് എഴുതി തുടങ്ങുന്നത്. 2022 ഞാനത് എഴുതി തുടങ്ങുന്നത്. പൂർത്തിയാക്കിയത് 2024. അതിൻ്റെ പ്രസാദനം നടന്നത് ഈ വർഷം ആദ്യത്തിലാണ്. ഞാനത് എഴുതി തുടങ്ങുന്നത് ഒരു ഗദ്യമായിട്ടാണ്. കാരണം ടിപ്പു എനിക്കൊരു വലിയൊരു പ്രചോദനമായിരുന്നു. പല പഠനങ്ങളിലും ചരിത്ര വായനകളുമായി മുന്നോട്ട് പോയപ്പോൾ ഞാൻ എൻ്റെ രീതിയിൽ ഒരു ഗദ്യാവിഷ്കാരം നടത്താനുള്ള ഒരു ശ്രമം നടത്തി. ഒരു 40ഓളം പേജ് ഞാൻ എഴുതി. ആ സമയത്ത് പ്രിയപ്പെട്ട AM നദ്വി സാഹിബ് ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ഗദ്യം എഴുതുന്നതിൽ തെറ്റില്ല, പക്ഷേ ഗദ്യം ഒരുപാട് വന്നതാണ്. താങ്കൾക്ക് കഴിയുമെങ്കിൽ അതിനെ ഒരു കാവ്യരൂപത്തിലേക്ക് എഴുതാൻ ശ്രമിക്കുക. അപ്പൊ 40 പേജ് ആദ്യം മുതൽക്ക് വീണ്ടും പാട്ടായി എഴുതി തുടങ്ങിയതാണ്. എഴുതി തുടങ്ങുമ്പോൾ ഇത് പൂർത്തിയാക്കാൻ കഴിയുമോ എന്നൊന്നും എനിക്കറിയില്ല. കാരണം ഞാൻ ഒരു ശരാശരി ഒരു 12-13 മണിക്കൂറൊക്കെ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ ഇങ്ങനെ ഒരു ഉദ്യമം ഏറ്റെടുത്താൽ എന്നെ കൊണ്ട് അത് പൂർത്തിയാക്കാൻ പറ്റുമോ എന്ന് എനിക്ക് തന്നെ ഉറപ്പില്ലായിരുന്നു. അതുകൊണ്ട് ആരോടും പറയാൻ എനിക്ക് മടിയായിരുന്നു. കാരണം എഴുതിയൊരു 10 ഇശലോ 15 ഇശലോ കഴിഞ്ഞ് ഞാൻ നിർത്തിയാൽ പിന്നീട് കാണുമ്പോൾ ആളുകൾ ചോദിക്കും അതെന്തായി ചോദിക്കും. അതുകൊണ്ട് ഞാൻ ആരോടും പറഞ്ഞില്ല. ഏറെക്കുറെ അത് പൂർത്തിയാക്കിയതിന്റെ ശേഷമാണ് ഞാൻ ആളുകളോട് പറയാൻ തുടങ്ങിയത്. ഏതായാലും മാപ്പിളപ്പാട്ടിനെ കുറിച്ച് ഞാൻ വലിയ ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള അവതരണം നടത്തുന്നില്ല. കാരണം ഇതൊരു 122 ഇശലുകളുള്ള ഒരു വലിയൊരു പുസ്തകമാണ്. ഇത് ശരിക്കും ദിവസങ്ങളോളം പാടി പറയേണ്ട ഒരു വിഷയമാണ്. അതിലെ പല കഥാസന്ദർഭങ്ങളും വേണമെങ്കിൽ നമുക്കിവിടെ അവതരിപ്പിക്കാം. ഒന്നുകിൽ അദ്ദേഹത്തിന്റെ ജനനത്തെ കുറിച്ച് പറയാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആയോധന കലകളിലെ അഭ്യാസം, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പിതാവ് മരിക്കുമ്പോണ്ടായിരുന്ന കഥാസന്ദർഭങ്ങളൊക്കെ വേണമെങ്കിൽ പറയാം. ഞാനിന്ന് ഇതിന്റെ അവസാന ഭാഗമാണ് ഞാൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. അതാണ് ഏറെക്കുറെ എനിക്ക് കുറഞ്ഞ സമയം കൊണ്ട് അവതരിപ്പിക്കാൻ പറ്റുന്ന ഒരു ഭാഗം. മാപ്പിളപ്പാട്ടിനെ കുറിച്ച് ചുരുക്കിയൊരു കാര്യം പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് കിടക്കണം. മാപ്പിളമാർക്ക് മഹത്തായ ഒരു ട്രഡീഷൻ ഉണ്ട്. മാപ്പിളമാര് ചരിത്രം സംരക്ഷിച്ചതൊക്കെ ഇത്തരം കാവ്യങ്ങളിലൂടെയാണ്. ഞാനൊരു 17-18 വർഷക്കാലത്തോളം ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ പല രാജ്യക്കാരായ ആളുകളുമായി ഇടപഴകിയിട്ടുണ്ട്, അവരുമായി സംസാരിക്കാറുണ്ട്, പലതരത്തിലുള്ള സംവാദങ്ങൾ നടക്കാറുണ്ട് ചരിത്രവുമായി ബന്ധപ്പെട്ട്. അപ്പൊ പലപ്പോഴും ഈ ജോർദാനികളായ കുറെ സഹപ്രവർത്തകർ എനിക്കുണ്ടായിരുന്നു, അതുപോലെ തന്നെ മറ്റു ഈജിപ്ഷ്യന്മാരായ ആളുകൾ. അപ്പൊ അവരുമായി ചിലപ്പോൾ ഞാൻ സംസാരിക്കുന്ന സമയത്ത് എൻ്റെ ചർച്ചകൾക്കിടയിൽ ബദർ വരും, ഉഹുദ് വരും, ഹിജറ വരും. അപ്പൊ ഇവരൊക്കെ അറബികളാണ്. അവർ വിചാരിക്കുന്നത് അവരൊക്കെ അറബികളും അറബി ഭാഷ അറിയുന്നവരും അറബി ചരിത്രം പൂർണ്ണമായി മനസ്സിലാക്കിയവരും ആണെന്നാണ്. പക്ഷെ ഞാൻ ഒരു ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ ഒരു മുഖ്യ മൂലയിൽ നിന്ന്, ഒരു മലയാളക്കരയിൽ നിന്ന് ഒരു അനറബിയായ ഒരു മനുഷ്യൻ വന്നിട്ട് ബദറിലെ ഓരോ രംഗങ്ങളും ഇവരോട് പറയണം. അബുജഹൽ പുറപ്പെട്ടപ്പോ ഇങ്ങനെയാണ്,
അബൂജഹൽ ബദറിന്റെ കഅബയുടെ കില്ല പിടിച്ചിട്ട് ഇങ്ങനെ സംസാരിച്ചു, ഇങ്ങനെ പ്രാർത്ഥിച്ചു. അപ്പൊ അവര് ചോദിക്കും, നീ എങ്ങനെയാണ് ഇതൊക്കെ പഠിച്ചത്? കാരണം ഞങ്ങളൊരു അറബിയാണ്, ഞങ്ങളുടെ അറബി ഭാഷ പുസ്തകങ്ങളിൽ ഇത് സുലഭമാണ്. പക്ഷെ ഞങ്ങൾക്കറിയാത്ത ഒരുപാട് ചരിത്രങ്ങൾ എങ്ങനെയാണ് നിനക്ക് പഠിക്കാൻ കഴിഞ്ഞത്? ആ പഠിക്കാൻ കഴിഞ്ഞത് എനിക്ക് മാത്രമല്ല, ഇവിടെ ഇരിക്കുന്ന ഓരോ മാപ്പിളമാർക്കും അഭിമാനത്തോടെ പറയാൻ കഴിയും നമ്മുടെ പാരമ്പര്യമാണ്. കാരണം നമ്മുടെ കൺമുന്നിൽ നടന്നതുപോലെ ബദറിന്റെ കഥ മഹാകവി മോയിൻകുട്ടി വൈദ്യർ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഉഹുദ് ഉണ്ട്, അതുപോലെ ഹിജറയുണ്ട്. അങ്ങനെ ഇസ്ലാമിക ട്രഡീഷനിൽ വരുന്ന ഒരുപാട് ചരിത്ര സംഭവങ്ങളെ വായിക്കാനും എഴുതാനും പോലും അറിയാതിരുന്ന അന്നത്തെ കാലത്തെ മാപ്പിളമാരുടെ ചുണ്ടുകളിലേക്ക് എത്തിച്ചത് നമ്മുടെ മാപ്പിളപ്പാട്ടാണ്. ഇനിയൊരു 500-1000 വർഷം കഴിഞ്ഞാലും ഏതൊക്കെ ഗദ്യകൃതികൾ കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഒലിച്ചു പോയാലും മാപ്പിളപ്പാട്ടിന്റെ കാവ്യങ്ങൾക്ക് ഒരു പോറലും ഏൽക്കാതെ ഈ നാട്ടിലുണ്ടാവും. കാരണം 500 വർഷം പഴക്കമുള്ള കൃതികൾ കിട്ടാനുണ്ട്. ഇപ്പോഴും ആളുകൾ തപ്പിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഓരോ കൃതികളും. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട നദവി സാഹിബ് എന്നോട് പറഞ്ഞതുപോലെ ഇതൊരു ഗദ്യമായി എഴുതിയിരുന്നെങ്കിൽ ഏതെങ്കിലും ഒരു ബുക്ക് ഫെയറിൽ, ഏതെങ്കിലും ഒരു പുസ്തകത്തിന്റെ ഒരു മേളയിൽ ഈ പുസ്തകം പ്രകാശനം ചെയ്ത് അതോടെ വിസ്മൃതമാകുമായിരുന്നു. നേരെ മറിച്ച് അതൊരു കാവ്യമായതുകൊണ്ട് ഒന്നുകിൽ എന്റെ ജീവിതകാലത്ത് അത് ചർച്ച ചെയ്തിട്ടില്ലെങ്കിൽ ഒരു 500-600 വർഷം കഴിഞ്ഞ് ആരെങ്കിലും ടിപ്പുവിനെ കുറിച്ച് മാപ്പിളപ്പാട്ടിൽ എഴുതിയിട്ടുണ്ടോ എന്ന് അന്വേഷിക്കുമ്പോൾ ഒരുപക്ഷെ ഈ കൃതി കണ്ടെടുക്കപ്പെട്ടേക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, ഒരു ടിപ്പു എന്ന് പറയുന്ന ഒരു ചരിത്ര പുരുഷനെ മാപ്പിളപ്പാട്ടിൽ പ്ലേസ് ചെയ്യുക എന്നുള്ളതായിരുന്നു എന്റെ ഉദ്ദേശം. അതിൽ ഏറെക്കുറെ വിജയിച്ചിട്ടുണ്ട് എന്ന് മറ്റുള്ളവർ പറയുന്നു. അത് വിലയിരുത്തേണ്ടത് നിങ്ങളാണ്. എനിക്കത് പറയാൻ കഴിയില്ല, അർഹതയില്ല. ഞാൻ ഇതിന് സാധാരണ അവതരണം നടത്തുമ്പോൾ ഞാൻ 2-3 ഇടത്ത് അവതരണം നടത്തിയിട്ടുണ്ട്. പ്രധാനമായിട്ടും ഗൾഫിലാണ് നടത്തിയത്. അപ്പൊ എന്റെ കൂടെ ഒരാൾ പാടാനുണ്ടാവാറുണ്ട്. അപ്പൊ പാടുമ്പോൾ നമുക്ക് എളുപ്പമാണ്. കാരണം നമ്മൾ ഈ കഥ പറയുകയും അതുപോലെ തന്നെ ഈ പാട്ട് പാടുകയും ഒന്നിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു പരിമിതി ഉണ്ട്. അപ്പോ ആ പരിമിതി നിങ്ങൾ മനസ്സിലാക്കണം. ഞാൻ എൻ്റെ ഒരു ചെറിയ രൂപത്തിൽ ഒരു അവതരണം നടത്തുകയാണ്. ഓക്കെ, ഒരു പ്രാർത്ഥന കൊണ്ട് തുടങ്ങിയിട്ട് ടിപ്പു സുൽത്താന്റെ ജീവിത യാത്രയുടെ അവസാന ആ ഒരു കാലഘട്ടത്തെ കുറിച്ച് മാത്രം അവതരണം നടത്തുകയാണ്. ഒരു പ്രാർത്ഥന, തുടക്കത്തിലുള്ള ഒരു പ്രാർത്ഥനയാണ്. ആദി പേരിയോന്റെ തിരുനാമം ഒളിന്ത് ഞാനോദി തുടങ്ങട്ടെയാ അല്ലാ, ആലം മടങ്ങലും അജബുകളമൈത്തോനെ എല്ലാ തുതികളും നിനക്കല്ലാ, വേദ പൊരുളുകൾ സകലതും വിരുത്തിയ വേദാംബർ തിരുനബിയുള്ള, വാദി ബദറിലെ പടക്കളം ജയിത്തൊരു വദന തെളിവൊളി സഫിയുള്ള, ആദം നബി മക്കൾക്കകിലമിൽ ഷറഫുറ്റ അന്ത്യ തിരുനബിക്കരുളല്ല, അലം ദുനിയാവും അതിലുള്ള മഹ്ലൂക്കിൻ എണ്ണം സ്വലവാത്ത് സലാമുള്ള, ഓതി മൊഴിയട്ടെ പതി ഹിന്ദിൻ പുലിക്കുട്ടി ഹൈദർ സുധനുടെ കിസയെല്ലാം, അതിനായുടയവനഹദിന്റെ തിരുമുന്നിൽ ആദ്യം ഇരവോതുന്നിവനല്ല. പാരമ്പര്യ മാപ്പിളപ്പാട്ടിന്റെ രീതി അനുസരിച്ച് അള്ളാഹുവിന്റെ നാമം ഉച്ചരിച്ചുകൊണ്ട് ബിസ്മി ചൊല്ലിയും അവന്റെ പ്രവാചകന്റെ പേരിൽ ബിസ്മി സ്വലാത്തും സലാമും ഉച്ചരിച്ചുകൊണ്ടൊക്കെയാണ് മാപ്പിളപ്പാട്ട് തുടങ്ങാറുള്ളത്. ആ ഒരു ട്രഡീഷൻ പാലിച്ചുകൊണ്ട് എഴുതിയ ഒരു പ്രാർത്ഥനാ ഗാനമാണ്. ഇനി നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന കഥ എന്ന് പറയുന്നത് കോൺവാലിസ് എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥൻ. അദ്ദേഹം നമ്മൾ ആലോചിക്കേണ്ട ഒരു കഥയുണ്ട്. ഇന്ത്യയിൽ സ്വാതന്ത്ര്യ സമരം, ഇന്ത്യയിൽ ദേശീയ പ്രസ്ഥാനമൊക്കെ രൂപപ്പെടുന്നതിലേക്ക് എത്രയോ മുമ്പ് ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടി നിന്ന, ഒരുപക്ഷെ പോരാടി രക്തസാക്ഷിയായ ഒരേ ഒരു രാജാവ് ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താൻ ഷഹീദ് മില്ലത്ത് ടിപ്പു സുൽത്താനാണ്. ഏതാണ്ട് അതേ കാലഘട്ടത്തിൽ തന്നെയാണ് അമേരിക്കക്കാരും ബ്രിട്ടനുമായി പോരടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോ അമേരിക്കയിൽ ബ്രിട്ടീഷുകാർക്ക് തിരിച്ചടി നേരിട്ടു. കോൺവാലിസ് എന്ന് പറയുന്ന പട്ടാള ഉദ്യോഗസ്ഥൻ അങ്ങനെ അമേരിക്കയിൽ നിന്ന് തോറ്റുമടങ്ങി ലണ്ടനിൽ പോയിട്ട് തിരിച്ച് അദ്ദേഹത്തിന് വലിയ നാണക്കേടായി. കാരണം അദ്ദേഹം വലിയൊരു പോരാളിയാണ്. ബ്രിട്ടീഷുകാർക്കിടയിൽ തന്നെ അദ്ദേഹത്തിന്റെ പോരിശ വളരെയധികം അറിയപ്പെട്ടിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹമാണ് അമേരിക്കയിൽ പോയിട്ട് തോറ്റുമടങ്ങി വന്നിരിക്കുന്നത്. അങ്ങനെ അദ്ദേഹം ചോദിച്ചു വാങ്ങിയ ഒരു ഊഴമായിരുന്നു ഞാൻ ഇന്ത്യയിലേക്ക് പോകട്ടെ എന്ന് പറയുന്നത്. അങ്ങനെ അദ്ദേഹം വന്ന് ടിപ്പുവുമായി പോരാട്ടങ്ങൾ നടത്തി. എങ്ങനെ ടിപ്പുവിനെ കീഴ്പ്പെടുത്താം, ടിപ്പു മാത്രമാണ് ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ കീഴ്പ്പെടുത്താനുള്ള ഒരേ ഒരു തടസ്സം എന്ന് പറയുന്നത്. അങ്ങനെ
അദ്ദേഹം ടിപ്പുവിനെ പോരാടി തോൽപ്പിക്കാനും അനുരഞ്ജനത്തിലൂടെ കീഴ്പ്പെടുത്താനും അല്ലെങ്കിൽ ഒരു സന്ധിയാക്കാനും ഒക്കെ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ അവസാനം അദ്ദേഹം പരാജയപ്പെട്ടിട്ട് തിരിച്ച് ലണ്ടനിലേക്ക് നാണം കെട്ട് പോകുന്ന ഒരു സന്ദർഭമുണ്ട്. അങ്ങനെ അദ്ദേഹം അവിടെ പോയിട്ട് ബ്രിട്ടീഷുകാരോട് ഇവിടുത്തെ കഥ പറയുന്ന ഒരു ഭാഗമുണ്ട്. ബലതിൽ അണൈന്തവൻ കഥ വീരുത്തി, ബണ്ണ വിചാരങ്ങൾ മനതിൽ കത്തി, ആലം അടക്കുവാൻ കൊതിത്ത നമ്മൾ ആകെ തകർന്നോരായി പുലിക്ക് മുമ്പിൽ, എല്ലാം ശ്രവിത്തുള്ള ബിലാത്തി മക്കൾ എല്ലിൻ്റെ അകത്താണെന്നവർക്ക് കാളൽ, കൊല്ലും ഭയന്തപ്പോൾ ഒരുത്തനെത്തി, കേടന്നവൻ മൈസൂർ പിടിക്കാൻ കരുതി, പുറപ്പെട്ടവൻ അവൻ വെല്ലസ്ലി, കൂർമ്മം ദിമാകും മെയ് കരുത്തും അസിൽ. അതായത് കോൺവാലിസ് പറയാണ്, നമുക്ക് ഇന്ത്യ പിടിക്കാനുള്ള ഒരേ ഒരു തടസ്സം എന്ന് പറയുന്നത് ടിപ്പു മാത്രമാണ്. ടിപ്പുവിനെ കീഴ്പ്പെടുത്താനായാൽ നമുക്ക് ഇന്ത്യ പിടികൂടാൻ കഴിയും, അതിനാർക്ക് ധൈര്യമുണ്ട് എന്നുള്ള ഒരു ചർച്ച അവിടെ നടക്കുകയാണ്. ആ സമയത്ത് ഒരാൾ ധൈര്യസമേതം മുന്നോട്ട് വരികയാണ്. അവന്റെ പേരാണ് വെല്ലസ്ലി എന്ന് പറയുന്നത്. വെല്ലസ്ലി ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യയിലേക്ക് വരികയാണ്. അങ്ങനെ അവൻ ഇന്ത്യയിൽ എത്തിച്ചേരുന്നു. അപ്പോൾ ഇന്ത്യയിൽ എത്തിച്ചേരുമ്പോൾ അദ്ദേഹം കാണുന്നത് വളരെ മനോഹരമായ മൈസൂർ നഗരവും അതുപോലെ തന്നെ ടിപ്പുവിന്റെ വളരെ വിശാലമായ ഒരു സാമ്രാജ്യമൊക്കെയാണ്. അങ്ങനെ അവൻ ഒരുപാട് തന്ത്രശാലിയായ ഒരു വ്യക്തിയായിരുന്നു. അവന് മനസ്സിലായി ടിപ്പുവിനെ യുദ്ധത്തിൽ പോരാടി തോൽപ്പിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല. അങ്ങനെ അവന്റെ സഹോദരനടക്കം 5 പേരെ വിളിക്കുകയാണ്. എന്നിട്ട് അവർക്ക് ഒരു ചുമതല കൊടുക്കുകയാണ്. അവൻ പറയാണ്, മൂപ്പൻ വീളിത്തവരായ ബീലാത്തികളെത്തി സമീപത്തിലായി, 5 ആളുകൾ നിലയായി മിടുമർ നിരന്തിടലായി, വെള്ളമുഖ്യൻ മൊളിയുന്നതൊക്കെ ശ്രവിത്തിടുവാൻ നിരന്തിടലായി, ചെപ്പിടു ഹിന്ദിയിലെ മൊത്തമാരെ ശരിലുത്തമനാണൊരുത്തൻ, ശുചത്തുടെ കരുത്തൻ ചമറിൽ വിരുവിരുതൻ, ടിപ്പു ചിറ്റപ്പുലിക്കൊത്ത ഹൈദരലെ സുതനാം പൂക്കൾ പെരുത്തോൻ, ടിപ്പു വന്ന പുറം എപ്പോഴും നിൽക്കുമ്പോൾ എപ്പടി നാം ജയിക്കും, ഹിന്ദെങ്ങനെ പിടിക്കും തല ഓർക്കവെ പെരുക്കും, നമ്മൾ താമസം കൂടാതെ അവനെ തകർത്തില്ലിൽ ഹിന്ദ് നാം മറക്കും. ടിപ്പു എന്ന് പറയുന്ന ഒരു പോരാളി മറുവശത്ത് നിൽക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇന്ത്യ പിടിക്കും? അപ്പൊ അവനെ തകർക്കാതെ നമുക്ക് ഇന്ത്യ പിടിക്കുക എന്ന് പറയുന്നത് അസാധ്യമാണ്. എന്നിട്ട് ആ കഥയുടെ അവസാന ഭാഗത്ത് അവൻ പറയാണ്, നിങ്ങൾക്ക് ഞാൻ ഒരു ചുമതല നൽകുകയാണ്. ടിപ്പുവിന്റെ കൂട്ടത്തിലുള്ള ഒറ്റുകാരെ കണ്ടെത്തുക എന്നുള്ളതാണ് നിങ്ങളുടെ ഡ്യൂട്ടി. അങ്ങനെ ടിപ്പുവിന്റെ കൂട്ടത്തിൽ പെട്ട ഒറ്റുകാരെ നിങ്ങൾക്ക് പണം നൽകിയോ മറ്റ് അധികാരങ്ങൾ നൽകി പ്രലോഭിപ്പിച്ചോ നിങ്ങൾക്ക് നമ്മുടെ വശത്തേക്ക് കൊണ്ടുവരാൻ കഴിയുമെങ്കിൽ നമുക്ക് ടിപ്പുവിനെ തകർക്കാൻ കഴിയും എന്ന് ഈ 5 പേർക്ക് ചുമതല നൽകിക്കൊണ്ട് വെല്ലസ്ലി പറയാണ്. അങ്ങനെ ഇവർ പല ആളുകളെയും പലരെയും സമീപിക്കുന്നുണ്ട് പല തരത്തിൽ. അങ്ങനെ ഒരാൾ വീണു, അതാണ് മീർ സാദിഖ്. അത് ഈ പാട്ടിന്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്, ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. അങ്ങനെ മീർ സാദിഖ് ഈ കഥയിൽ ഇതിൽ വീണു, ഈ ഒരു കുതന്ത്രത്തിൽ വീഴുകയാണ്. അങ്ങനെ കുറച്ച് ഒറ്റുകാരൊക്കെ ആയി എന്ന് കഴിഞ്ഞപ്പോ അവർക്ക് യുദ്ധത്തിന് സന്നാഹം നടത്തണം. അതിനവര് ചില സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്യണം. അത് ഇന്നത്തെ കാലത്തും ഒരു യുദ്ധം പെട്ടെന്ന് തുടങ്ങാൻ കഴിയില്ല. അതിന് പല തരത്തിലുള്ള പ്രൊപ്പഗണ്ടകൾ നടത്തണം. അങ്ങനെ ഒരു സന്ദർഭം വീണ് കിട്ടാൻ വേണ്ടി വെല്ലസ്ലിയും കൂട്ടരും കാത്തു നിൽക്കുന്ന ഒരു സമയത്താണ് അവരൊരു വാർത്ത അറിയുന്നത്. ആ വാർത്ത എന്ന് പറയുന്നത് നേരായ വാർത്തയാണ്, പാരാകെ കേട്ടതാണ് ഊരിന്റെ താജിറുമാരാം, നൽവർ മുഹമ്മദരും സിൽബന്തിയാം ഹുസൈനും സൽക്കാരം കൂടി ഷുഹൂറാം, സൈറായി മടക്ക സഫർ പോരുന്നതായ ഖബർ അറിയുന്ന വേളയിൽ വെള്ള, സത്യം മറച്ചുകൊണ്ട് കൃത്യം കോരുത്തു കതുപൊത്ത വിധത്തിലായെല്ലാം. അതായത് ആ സമയത്ത് തന്നെയാണ് ഫ്രാൻസിലേക്ക് മൈസൂരിൽ നിന്ന് കുറച്ച് കച്ചവടക്കാർ പോകുന്നത്. അതിലെ ഒരാളുടെ പേര് മുഹമ്മദ് എന്നും അദ്ദേഹത്തിന്റെ അനുയായിയുടെ പേര് ഹുസൈൻ എന്നുമായിരുന്നു. അങ്ങനെ അവര് ഫ്രാൻസിലെത്തി. അവിടുത്തെ സൽക്കാരമൊക്കെ കൂടി അവര് സത്യമായിട്ട് പറയുകയാണെങ്കിൽ അവർ കച്ചവട ആവശ്യത്തിന് പോയതാണ്. പക്ഷെ ബ്രിട്ടീഷുകാർക്ക് ഈ ഒരു അവസരം വീണ് കിട്ടി. അവർ പോയത് മൈസൂരിൽ നിന്നാണ്, അവർ പോയിരിക്കുന്നത് ഫ്രാൻസിലേക്കാണ്. ഫ്രാൻസ് എന്ന് പറയുമ്പോൾ അന്ന് മൈസൂരുമായി സഖ്യകക്ഷിയാണ്.
അവരൊരു കഥയുണ്ടാക്കി. ടിപ്പു സുൽത്താൻ അയച്ചതാണ് ഇവരെ ഫ്രാൻസിലേക്ക്. കാരണം ഒരു യുദ്ധം ഫ്രാൻസിനെ കൂട്ടി ബ്രിട്ടനെ ആക്രമിക്കാനുള്ള ഒരു ബ്രിട്ടീഷുകാരെ ആക്രമിക്കാനുള്ള ഒരു തന്ത്രത്തിന് ടിപ്പു ഒരുക്കം നടത്തുകയാണ് എന്നൊരു കഥ അവര് ഉണ്ടാക്കുകയാണ്. അങ്ങനെ ആ കഥ അവര് ഉണ്ടാക്കിയിട്ട് അവര് ടിപ്പുവിനെ പ്രകോപിപ്പിക്കുകയാണ്. ഒരു കത്തെഴുതിയിട്ട് പറയാണ്, ഇങ്ങനെയൊക്കെ ഒരു സംഭവം നടന്നതായിട്ട് ഞങ്ങൾ അറിഞ്ഞിട്ടുണ്ട്. അതിന് തക്കതായ കാരണം എന്നെ ബോധിപ്പിച്ചിട്ടില്ലെങ്കിൽ ഇതിന്റെ പുറകെ ഒരു യുദ്ധം വരാനുണ്ട്. ടിപ്പു ആ കത്ത് കീറിക്കളയുകയാണ് ചെയ്തത്. അതിന് മറുപടി പോലും കൊടുത്തില്ല എന്നാ പറയുന്നത്. അങ്ങനെ ടിപ്പു ആ കത്ത് കീറിക്കളഞ്ഞു. അങ്ങനെ കീറിക്കളഞ്ഞപ്പോ ഇത് അവർക്ക് വലിയൊരു പ്രകോപനം ഉണ്ടാക്കി. ആർക്ക്? ബ്രിട്ടീഷുകാർക്ക്. അവര് വലിയ യുദ്ധസന്നാഹം നടത്തുകയാണ്. യുദ്ധസന്നാഹം എന്ന് പറയുന്നത് വലിയൊരു പടയാണ്. ഒരു 60,000 ആളുകളുടെ ഒരു വൻപടയാണ് അവർ ഒരുക്കുന്നത്. ആ ഒരുക്കത്തിൽ അന്നത്തെ ഹൈദരാബാദ് പങ്കാളിയാണ്, അതുപോലെ തന്നെ മറാത്തക്കാര് പങ്കാളിയാണ്, ബ്രിട്ടീഷുകാര് പങ്കാളിയാണ്. അങ്ങനെ 3 സഖ്യകക്ഷികൾ. അവർ തമ്മിലുള്ള ഒരു തീരുമാനം എന്ന് പറയുന്നത് ഇത് യുദ്ധത്തിൽ അഥവാ ടിപ്പു പരാജയപ്പെടുകയാണെങ്കിൽ ടിപ്പുവിന്റെ ഈ പറയുന്ന സാമ്രാജ്യം എങ്ങനെയൊക്കെ വീതിച്ചെടുക്കാം എന്ന തരത്തിലൊക്കെ വലിയ കരാറുകളൊക്കെ പരസ്പരം ഏർപ്പെടുത്തി അങ്ങനെ ഒപ്പിട്ട് 60,000 വരുന്ന ആളുകളുടെ ഒരു വൻ സന്നാഹം മൈസൂരിനെ ലക്ഷ്യമാക്കി പുറപ്പെടുന്ന ഒരു വാർത്ത വരികയാണ്. അപ്പൊ ടിപ്പു സുൽത്താന്റെ വല്ലാത്തൊരു സിറ്റുവേഷൻ ആണ് അത്. കാരണം ഒരു 3 സഖ്യകക്ഷികൾ ചേർന്നിട്ടുള്ള ഒരു വലിയ പടയാണ് വരുന്നത്. ഈ സമയത്ത് ടിപ്പുവിന് ആശ്വാസം നൽകുന്ന ഒരു വാർത്ത വരികയാണ്. മട്ടിൽ കൂറിത്തോരു കത്ത് കൊടുത്തു ദൂതൻ മഹിതകരമാൽ റിസാല നീവർത്തി സുൽത്താൻ ഉറ്റ സുഹൃത്ത് നെപ്പോളിയൻ ബോണപ്പാട്ട് ഉലകിൽ ഷൂഹ്റോറ്റ സുൽത്താനേടുതും കത്ത്. ഞാൻ ഈ പാടുന്ന ഇശലുകൾ അതിന്റെ ക്രമ തുടർച്ചയിലല്ല, ചില ഇശലുകൾ വിട്ടുപോകുന്നുണ്ട്. ഞാൻ കഥയിലൂടെ അത് പൂരിപ്പിക്കാനാണ് നോക്കുന്നത്. അതായത് എല്ലാ സർവ്വസന്നാഹങ്ങളോടെയും ബ്രിട്ടീഷുകാരുടെ സഖ്യസേന വരുന്ന സമയത്ത് ടിപ്പുവിന് വലിയൊരു ആശ്വാസമാകുന്ന ഒരു കത്ത് വരുന്നുണ്ട്. അതായത് അന്നത്തെ കാലത്ത് വലിയ വില്ലാളിയായിരുന്ന, വലിയ പോരാളിയായിരുന്ന നെപ്പോളിയൻ ബോണപ്പാട്ടിന്റെ ഒരു ദൂതൻ അന്ന് മൈസൂർ ടിപ്പുവിന്റെ രാജകൊട്ടാരത്തിൽ വരികയാണ്. എന്നിട്ട് അദ്ദേഹത്തിന് ഒരു കത്ത് കൊടുക്കുകയാണ്. ആ കത്തിന്റെ വിവരണങ്ങൾ ഇങ്ങനെയാണ്. സാത്തിയുങ്കൾക്കൂമേ ആദ്യം ചൂക്കറൂരത്ത് സ്വന്തം സ്വതിക്കായി കണ്ടതാൽ ഉൾക്കുളിർത്ത്. ബഹുമാന്യരെ, അങ്ങക്ക് ഞാൻ ആദ്യം അഭിവാദ്യങ്ങൾ നേരുന്നു. എന്നെ ഒരു സുഹൃത്തായി കണ്ടതിൽ എനിക്ക് എന്റെ കുളിരുന്നുണ്ട്. സത്യം ഞാനും ജൂയൂഷും വരുന്നുണ്ടുടനെ സൂയസ് കടന്ന് മസ്കത്തിൽ അടുക്കും പ്രിയനെ. ഞാനും എന്റെ സൈന്യവും ഇപ്പോഴുള്ളത് ഈജിപ്തിലാണ്. ഞാൻ സൂയസ് കടന്ന് ഞാൻ മസ്കറ്റിൽ വൈകാതെ എത്തിച്ചേരും. അങ്ങനെ ശേഷം ഞാൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലേക്ക് ഇറങ്ങും. ഞാൻ കടലിൽ നിന്നും അങ്ങ് കരയിൽ നിന്നും ഒരേ സമയം ബ്രിട്ടീഷുകാരെ നേരിടുകയാണെങ്കിൽ അവരുടെ തന്ത്രങ്ങളെ നമുക്ക് തകർക്കാൻ കഴിയും എന്ന ഒരു ആശ്വാസം പകരുന്ന ഒരു കത്ത് അന്ന് നെപ്പോളിയൻ ബോണപ്പാട്ട് അയക്കുന്നുണ്ട്. ആ കത്തൊക്കെ ചരിത്രത്തിന്റെ ഭാഗമാണ്. അപ്പൊ ഈ കത്ത് വായിക്കുന്ന സമയത്ത് ഈ സഭയില് മീർ സ്വാദിഖ് വലിയ ഭയമായി. കാരണം വരാൻ പോകുന്നത് നെപ്പോളിയൻ ബോണപ്പാട്ടാണ്. അദ്ദേഹം കൂട്ടുകൂടാൻ പോകുന്നത് ടിപ്പുവുമായിട്ടാണ്. ഈ രണ്ടുപേരും ചേരുകയാണെങ്കിൽ തീർച്ചയായും ബ്രിട്ടീഷുകാരുടെ സേന തകരുക തന്നെ ചെയ്യും എന്ന് അവൻ മനസ്സിലാക്കി അവൻ തന്റെ ബ്രിട്ടീഷ് യജമാനന്മാർക്ക് വിവരം നൽകിയാണ്. ഇങ്ങനെ ഒരു സംഭവം നടക്കാനിരിക്കുന്നുണ്ട്. അവൻ പറയുകയാണ്, സങ്കടം കൊണ്ടവൻ ബിന്ദു ബിലാത്തിയിലുണ്ട് ഭയം യജമാ വിള്ളുന്നത് നിജമാ സിംഗങ്ങളൊത്തിടുമാ ഉങ്ങള് ശ്രീരംഗപട്ടണം എത്തിടും മുമ്പ് അവൻ ഹിന്ദിയിലെത്തിടുമാ. ഞാൻ കേട്ടത് സത്യമാണോ? നിങ്ങൾ ശ്രീരംഗപട്ടണത്തിലേക്ക് എത്തിച്ചേരുന്നതിന് മുമ്പ് നെപ്പോളിയൻ ബോണപ്പാട്ട് ഇങ്ങ് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. സംഗതി വീരനം ബോണപ്പാട്ടിപ്പോൾ അക്കരെ ഈജിപ്തിലാ മംലൂക്കുമായി അടലാ സുനവിത്തതി മട്ടിലാവൻ സത്വരമെത്തുങ്കിൽ നമ്മുടെ തന്തിരമാകെയും ഫെയിലാ. അവര് ഇപ്പൊ മംലൂക്കുമായി യുദ്ധത്തിലാണ്. നെപ്പോളിയൻ ഈജിപ്തിലെ മംലൂക്ക് രാജാക്കന്മാരുമായി അല്ലെങ്കിൽ അവരുടെ ഭരണകൂടവുമായി പോരാട്ടത്തിലാണ്. ഞാൻ അറിഞ്ഞ വിവരം അനുസരിച്ച് അവര് ഇന്ത്യയിലേക്ക് എത്തിച്ചേരുകയാണെങ്കിൽ നമ്മുടെ തന്ത്രങ്ങളൊക്കെ പരാജയപ്പെടാനാണ് പോകുന്നത് എന്ന് അവരെ അറിയിക്കുകയാണ്. ഈ സമയത്ത് ബ്രിട്ടീഷുകാർ പറയാണ്, ഇതാണ് അവരുടെ തന്ത്രമെങ്കിൽ, ഇതാണ് നെപ്പോളിയന്റെയും അതുപോലെ തന്നെ ടിപ്പുവിന്റെയും തന്ത്രമെങ്കിൽ ഈജിപ്തിൽ വെച്ച് തന്നെ നെപ്പോളിയന്റെ കപ്പലുകൾക്ക് തീയിടുന്ന കാര്യം ഞങ്ങൾ ഏറ്റു.
അങ്ങനെ ഒരു ചതിപ്രയോഗം നടത്തിയാണ് ബ്രിട്ടീഷുകാര് നെപ്പോളിയന്റെ വരവിനെ തടയുന്നത്. അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലായിരുന്നെങ്കിൽ, അഥവാ നെപ്പോളിയൻ എങ്ങാനും ഇന്ത്യയിൽ എത്തിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിൽ എത്തുകയും ടിപ്പു അതേസമയം കരയിൽ നിന്ന് ബ്രിട്ടീഷുകാരെ നേരിടുകയും ചെയ്തിരുന്നെങ്കിൽ ഇന്ത്യയുടെ ചരിത്രം മാറുമായിരുന്നു. കാരണം ഒരിക്കലും ബ്രിട്ടീഷുകാർക്ക് ഇന്ത്യ കീഴ്പ്പെടുമായിരുന്നില്ല. അപ്പൊ അതൊരു ഒരു സന്ദർഭമാണ്. ആ ഒരു സന്ദർഭം എന്ന് പറയുന്നത്, അത് അങ്ങനെ ആയിരുന്നെങ്കിൽ ഇനി എന്ത് സംഭവിക്കുമായിരുന്നു എന്ന് ഇന്നത്തെ കാലത്ത് നമ്മൾ പറയുന്നതിൽ അർത്ഥമല്ല. പക്ഷേ അങ്ങനെ ഒരു കോളനി വാഴ്ച ഇവിടെ ഉണ്ടാവുമായിരുന്നില്ല എന്നത് തീർച്ചയാണ്. അങ്ങനെ ടിപ്പു യുദ്ധസന്നാഹം നടത്തുകയാണ്. നെപ്പോളിയൻ വരുമെന്ന ഒരു 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 വിശ്വാസം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അങ്ങനെ ടിപ്പു യുദ്ധസന്നാഹം നടത്തുന്ന സമയത്താണ് അദ്ദേഹത്തിന്റെ കുതിരയെ ഇങ്ങനെ ഒരുക്കുന്ന സമയത്ത് ടിപ്പുവിന്റെ പ്രിയപത്നി റുക്കിയ ബീവി അദ്ദേഹത്തിന്റെ അടുത്ത് ചെന്നിട്ട് അവരുടെ സങ്കടങ്ങൾ പറയാണ്. ദുഃഖമാലാടുത്തു ചെന്നു റുക്കിയ ബീവി, അപ്പോൾ ടിപ്പു ചോദിത്തെന്തു പറ്റി എന്റെ പൂവി. ഈ ഇശലിന് വിട്ടുകിട്ട് എന്നാണ് പേര്. ഈ ഇശല് ഞാൻ കണ്ടെത്തിയത് 1977 തോന്നുന്നുണ്ട്. പൊന്നാനിയിൽ നിന്ന് മുഹമ്മദ് മുസ്ലിയാർ എന്ന് പറയുന്ന ഒരു കവി തിരുവിതാംകൂർ സന്ദർശിക്കുകയും അദ്ദേഹം അവിടെ കണ്ട കാഴ്ചകൾ 18 ഇശലുകളിൽ എഴുതി പൂർത്തിയാക്കുകയും ആ കൃതി ഏതാണ്ട് ആരും അറിയാതെ മൺമറഞ്ഞ് കിടക്കുകയുമായിരുന്നു. അത് പ്രിയപ്പെട്ട നദ്വി സാഹിബ് കണ്ടെടുത്ത് അതിന്റെ ഇശലുകൾ എനിക്ക് നൽകി. അതിന് ഈ കാണുന്ന ഈണം നൽകിയത് ഞാനാണ്. ഇങ്ങനെ ഒരു ഈണം അതിനുണ്ടോന്ന് എനിക്കറിയില്ല. അങ്ങനെ ആ ഒരു ഇശല് പരിചയപ്പെടുത്താനൊക്കെ ഞങ്ങൾ കുറച്ച് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഈണം ഞാൻ ഇതിലേക്ക് ഇശൽ എടുത്തതാണ്. ദുഃഖമാലാടുത്തു ചെന്നുറുക്കിയ ബീവി, അപ്പോൾ ടിപ്പു ചോദിത്തെന്തു പറ്റി എന്റെ പൂവി. റുക്കിയ ദുഃഖത്തോടെ ടിപ്പുവിന്റെ അടുത്ത് ചെല്ലുകയാണ്. ടിപ്പു കുതിര ഇങ്ങനെ ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ടിപ്പു ചോദിച്ചു, എന്തു പറ്റി? അപ്പോ റുക്കിയ പറയാണ്, സത്യം പറഞ്ഞാൽ എനിക്ക് ഈ കാണുന്ന കുതിരയോട് ദേഷ്യമാണ്. കാരണം ഓരോ സമയത്തും ഈ കുതിര എന്നിൽ നിന്ന് അങ്ങേ ദൂരേക്ക് കൊണ്ടുപോവുകയാണ്. റുക്കിയ പറയാണ്, മിക്ക നാളിലും ഉങ്കളെന്റെ അടുക്കലില്ല, എന്റെ മക്കളെയും വിട്ട് ദൂരെ ദിക്കിലല്ലോ. മിക്ക ദിവസങ്ങളിലും അങ്ങ് എന്റെ വീട്ടിലില്ല, ഞങ്ങളുടെ അടുത്തില്ല, എന്നെയും എന്റെ മക്കളെയും വിട്ട് അങ്ങ് വിദൂര ദിക്കുകളിലാണ്. അപ്പോ ടിപ്പു ചിരിച്ചുകൊണ്ട് പറയുകയാണ്, മാരനപ്പോൾ ബീവിയോടായി പുഞ്ചിരിത്തേ, എന്നെ മടക്കിടുന്നതും ഈ കുതിരയാണതോർത്തേ. നീ സങ്കടപ്പെടണ്ട, ഈ കുതിര തന്നെയാണ് എന്നെ മടക്കി കൊണ്ടുവരുന്നതും എന്ന് ടിപ്പു പറയുകയാണ്. അപ്പൊ ഇത് അവരുടെ ഒരു ജീവിത സന്ദർഭമാണ്. കാരണം ഇതിന്റെ മുൻപ് തന്നെ മലബാറിലേക്ക് ടിപ്പു പുറപ്പെടുന്ന സമയത്ത് റുക്കിയ ബീവി ഇതുപോലെ ഒരു സന്ദർഭമുണ്ട്. അത് ഈ കഥയിലുണ്ട്, അവരുടെ ദുഃഖങ്ങൾ. കാരണം 40 ചില്ലാനം വർഷങ്ങൾ മാത്രം ജീവിച്ച ഒരു മനുഷ്യൻ, അദ്ദേഹത്തിന്റെ ജീവിതത്തിന്റെ സിംഹഭാഗവും യുദ്ധക്കളത്തിലും അതുപോലെ തന്നെ രാജ്യത്തിന്റെ തിരക്കുകളിലുമായി ജീവിച്ച ഒരു മനുഷ്യനായിരുന്നു. അപ്പോ ഒരു വ്യക്തി ജീവിതത്തിന് അദ്ദേഹത്തിന് അധികം സമയമുണ്ടായിരുന്നില്ല എന്ന ഒരു പത്നിയുടെ ഒരു വേവലാതി മാത്രമാണ് ആ പറയുന്നത്. അങ്ങനെ യുദ്ധം ഏതാണ്ട് ഉറപ്പായ ഒരു സന്ദർഭമാണ്. ആ സന്ദർഭത്തിൽ ടിപ്പുവിന്റെ കൂട്ടത്തിലെ ദുർബലരായ ചിന്താഗതിയുള്ള കുറച്ചു പേർ ടിപ്പുവിനോട് പറയുകയാണ്, അദ്ദേഹത്തിന്റെ അടുത്ത് വന്നിട്ട് പറയുകയാണ്, ഉരത്തിടുന്നവർ അറിയുക രാജ, കരുത്തരാണവരജസി രാജ, അടൽ പൊരുതിന് തുനിന്ത് നമ്മള് നശിക്കണോ ഹോജ, ഹിന്ദിൽ അരശരുണ്ടനവധി അവരിലങ്ങൊരുവനായി തുടർന്നിടൂ റോജ. മാപ്പിളപ്പാട്ടിലെ മനോഹരമായ മുഹിബുന്നൂർ എന്ന് പറയുന്ന ഇശലാണ്. ഈ ഇശലിൽ ടി ഉബൈദ് സാഹിബിന്റെ ഒരു പാട്ടുണ്ട്, ജയിത്തിടുന്നിത മാമക ജനനി. അങ്ങനെ വളരെ പ്രസിദ്ധമായ ഒരു ഇശലാണ്. ആ ഒരു ഇശലിൽ എഴുതിയ ഒരു ഭാഗമാണ്. അദ്ദേഹത്തിന്റെ കൂട്ടത്തിൽപ്പെട്ട കുറച്ചു പേര് അദ്ദേഹത്തോട് വന്നിട്ട് പറയാണ്, രാജാവേ, അങ്ങ് യുദ്ധത്തിന് ഒരുങ്ങി തന്നെയാണോ പുറപ്പെട്ടിട്ടുള്ളത്? കാരണം അവർ കരുത്തന്മാരാണ്, പഴയ പോലെയല്ല. ഇന്ത്യയിൽ ഒരുപാട് രാജാക്കന്മാരുണ്ട്, അവരിൽ ഒരാളായി അങ്ങേക്കും തുടർന്നൂടെ? കാരണം അവരൊക്കെ കരാറ് ചെയ്തിട്ട് ബ്രിട്ടീഷുകാരുടെ സാമന്ത രാജാക്കന്മാരായി അവർ ജീവിക്കുകയാണ്. അങ്ങേക്കും ഒരുപക്ഷെ അവരെക്കാൾ വലിയ പ്രതാപത്തോടെ ജീവിക്കാം. കാരണം നമുക്കറിയാം, ഇന്ത്യയിൽ ബ്രിട്ടീഷുകാരോട് പോരടിച്ച് അധികാരം നഷ്ടപ്പെട്ട രാജാവ് എന്ന് പറയുന്നത് ടിപ്പുവാണ്. ബാക്കി പലരും കാലഘട്ടം മാറിയപ്പോൾ ബ്രിട്ടീഷുകാരോട് സന്ധി ചെയ്തുകൊണ്ട് അവരുടെ അടിയാളന്മാരായും അവരുടെ
കീഴ്പ്പെട്ട് അവരുടെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രാജാക്കന്മാർക്ക് ഈ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷവും ഇവിടെ രാജാക്കന്മാരായി തന്നെ ഈ അടുത്ത കാലം വരെ അറിയപ്പെട്ടു. ഇന്നും രാജകുടുംബം എന്നൊക്കെ പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. എന്നാൽ അങ്ങേക്ക് വേണമെങ്കിൽ അവരെക്കാൾ നല്ല പ്രതാപത്തോടെ അവരുമായി സഖ്യം ചെയ്തുകൊണ്ട് ജീവിച്ചുകൂടെ? തരത്തിലുങ്കളെ ബോണപ്പാട്ട് വരികയില്ലെന്നൊരു കഥ കേട്ട്. അങ്ങയുടെ കൂട്ടുകാരൻ ബോണപ്പാട്ട് വരില്ല എന്നാണ് ഒരു കഥ കേൾക്കുന്നത്. തകർന്നു പോയൊരു ചമർ മിസിർ കഥ ഉലകമിൽ പാട്ട്. യുദ്ധത്തിൽ ഈജിപ്തിൽ അദ്ദേഹം പരാജയപ്പെട്ട കഥ ലോകം മുഴുവൻ പാട്ടായിട്ടുണ്ട്. എന്നിട്ട് അവർ പറയണ, കരാർ ചെയ്തിട്ട് അടിമകളായി മരിക്കുവോളം നമുക്ക് സുഖമായി ഇവിടെ ഒരു ഭരണത്തിൽ തുടരാമല്ലോ എന്നവർ പറയുമ്പോൾ ടിപ്പു അദ്ദേഹത്തിന്റെ സ്വതസിദ്ധമായ ശൈലിയിൽ പറയാണ്, ചിരിത്ത് ടിപ്പു ഉടനെഴുന്നേറ്റു ഒരുക്കമല്ലെന്നൊരു തുനിയിട്ടു, ചമർക്കളത്തിലും മരിക്കുവാൻ ഭയം എനിക്കതിലൊട്ടും, കുറുനരി ജനനമായിട്ടൊരു യുഗം അതിൽ മികം അസതുപോൽ ഒരു ദിനം മട്ടും. കുറുനരി പോലെ 1000 വർഷം ജീവിക്കുന്നതിലും നല്ലത് ഒരൊറ്റ ദിവസം ഒരു സിംഹത്തെ പോലെ ജീവിക്കുന്നത്. ഇത് ടിപ്പുവിന്റെ കൃത്യമായ കോട്ടാണ് ഈ പാട്ടിലെ. കുറുനരി ജനനമായിട്ടൊരു യുഗം അതിൽ മികം അസതുപോൽ ഒരു ദിനം മട്ടും. ഒരു കുറുനരിയായി 1000 വർഷം ജീവിക്കുന്നതിലും നല്ലത് ഒരു സിംഹമായിട്ട് ഒരു ദിവസമെങ്കിലും ഒരു ദിവസം ജീവിക്കുകയാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ യുദ്ധം ഏതാണ്ട് അടുക്കുകയാണ്. ആ ഒരു സമയത്ത് ടിപ്പു അദ്ദേഹത്തിന്റെ സൈന്യത്തെയൊക്കെ ഇങ്ങനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ യുദ്ധത്തിന്റെ നമുക്ക് ആ യുദ്ധത്തിന്റെ ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ കാണണമെങ്കിൽ അന്നത്തെ ഒരു സംവിധാനം എങ്ങനെയായിരുന്നു, ആ കോട്ടകളുടെ അല്ലെങ്കിൽ തന്നെ ആ യുദ്ധക്കളത്തിന്റെ ആ ഒരു ചുറ്റുപാട് എങ്ങനെയായിരുന്നു എന്ന് വിവരിക്കുന്ന ഒരു പാട്ട് മാത്രം ഞാൻ ഇവിടെ നിന്ന് പാടുകയാണ്. കോട്ടമതിൽ കെട്ടാതിർപ്പം ചൊല്ലാം, കാമാനിൽ ഒന്നുമതീനെ വെല്ലാൻ, മട്ടിൽ ഒരു ഭാഗം മൊത്തം നദി, മൊഞ്ചിയാർ കാവേരി കൊത്ത വീതി. ഈ കോട്ടയുടെ ഒരു വശത്ത് വലിയ വീതിയുള്ള കാവേരി നദി ഒഴുകുന്നുണ്ട്. ചുറ്റുമതിൽ കെട്ട് 40 അടി, ചുമര് കടക്കിൽ ഒരാളും ചാടി. 40 അടി ഉയരമുള്ള ഒരു ചുമരാണ്. അത് ചാടിയിട്ട് ഒരാൾക്കും വരാൻ കഴിയില്ല. കൊട്ടാരമുണ്ടൊന്നകത്ത് മുന്തും, കൽക്കെട്ടിനറബുവ ഹിന്ദിൻ ചന്തം. ഇന്ത്യയുടെയും അതുപോലെ തന്നെ അറബ് വാസ്തു വിദ്യയുടെയും ഒരു സങ്കര രൂപമായിരുന്ന ഒരു കൊട്ടാരവും ഉണ്ടായിരുന്നു. ഇന്ന് ആ കൊട്ടാരമല്ല, കാരണം അതൊക്കെ ഇടിച്ചു നിരപ്പാക്കി നശിപ്പിച്ചു കളഞ്ഞിട്ടുണ്ട്. ചന്തം മികന്തുള്ള മന്ദിറുണ്ട്, അതിനകത്തൊരു അമ്പലം ഉണ്ടായിരുന്നു. ചേലിൽ മിനാറുള്ള മസ്ജിദുണ്ട്, നല്ല മനോഹരമായ മിനാരങ്ങളുള്ള മസ്ജിദ് ഉണ്ടായിരുന്നു. മന്ദിറും മസ്ജിദും ഒപ്പം കണ്ടാൽ മൈസൂരിനൊരുമക്കുകമ വേണ്ട. മൈസൂരിന്റെ ഒരുമക്ക്, അതായത് മതസൗഹാർദ്ദത്തിന്റെ ഈറ്റില്ലവും പോറ്റില്ലവുമായിരുന്നു അന്നത്തെ മൈസൂർ എന്ന് പറയുന്നത്. അതിന് മറ്റൊരു രൂപം വേറെ വേണ്ടതില്ല. സുന്ദരം ലാൽമഹൽ ഉണ്ടകത്ത്, ശില്പി പണിന്തതു മേമികത്ത്, അന്തിച്ചു പോകും അതിന്റെ ഭംഗി, അന്തിക്ക് ചന്ദ്രനെക്കാളും ലങ്കി. ലാൽമഹൽ എന്ന് പറയുന്ന ഒരു മനോഹരമായ ഒരു കെട്ടിടം ഉണ്ടായിരുന്നു. അതിന്റെ വാസ്തുവിദ്യ എന്ന് പറയുന്നത് ചരിത്രത്തിൽ പറയുന്നത് വളരെ മനോഹരമായിരുന്നു. ലങ്കി ചുവരുമ്മൽ കൽവിളക്ക്, ലൗനിൽ ചുകപ്പാണതിൻ ഭിത്തിക്ക്. അതായത് അതിന്റെ പേര് ലാൽമഹൽ എന്ന് പറയാൻ തന്നെ കാരണം അതിന് ചുവപ്പ് നിറമായിരുന്നു. ഞാൻ അതിന്റെ പൂർണ്ണമായ വിവരണങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷെ ഇന്ന് നമ്മൾ മൈസൂരിൽ പോയി കഴിഞ്ഞാൽ ലാൽമഹൽ കാണാൻ കഴിയില്ല. അത് നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ട് എന്നാണ് എന്റെ അറിവ്. ഞാൻ മൈസൂർ കണ്ടിട്ടില്ല. അങ്ങനെ ഞാൻ ആഗ്രഹിക്കാറുണ്ട് ഓരോ പ്രാവശ്യം വരുമ്പോഴും. പലപ്പോഴും അതിന് സാധിക്കാതെ പോകാറുണ്ട്. ഇപ്രാവശ്യം പ്ലാൻ ഉണ്ടായിരുന്നു. അങ്ങനെ കോട്ടയ്ക്ക് ചുറ്റും പീരങ്കികൾ തയ്യാറാക്കി നിർത്തിക്കൊണ്ട് ടിപ്പു അവസാന യുദ്ധത്തിന് തയ്യാറാകുകയാണ്. പീരങ്കിപ്പട കാവൽ നിൽക്കുമനേകം ബാബുകളുള്ള പോരിശയേറും കോട്ടയതാം സുൽത്താൻ കോട്ട. പട്ടണ മധ്യമിലൂക്കരൂക്കരൂക്കരൻ കോട്ടയൊരുക്കി, ചുറ്റുമതിൽ തന്നുച്ചിയിലായി വീരപ്പട. പീരങ്കിപ്പടകൾ തയ്യാറായി നിൽക്കുന്ന വലിയ വാതിലുകളുള്ള നഗരമധ്യത്തിലുള്ള ഒരു ഉഗ്രൻ കോട്ടയായിരുന്നു ടിപ്പുവിന്റെ കോട്ട. തിരകളൊരായിരമേറ്റാലൊന്നും തകരുകയില്ല മതിൽ കെട്ട്. വെട്ടിത്തിരകൾ ഏറ്റുകഴിഞ്ഞാൽ തകരാത്ത തരത്തിലുള്ള
മതിൽക്കെട്ട്, തത്തിരമേറ്റു മധൂവകളൊക്കെ ചൂളിടുമൊത്ത വെടിക്കെട്ട്. അതായത് പാഞ്ഞു വരുന്ന ശത്രുക്കളൊക്കെ ചൂളിപ്പോകുന്ന വിധത്തിലായിരുന്നു അവിടെ ആരെങ്കിലും അടുത്ത് വന്നു കഴിഞ്ഞാൽ വെടിക്കെട്ട്. ബിരുദന്മാർ അവരോരോരാൾക്കും ചുമതല നൽകി നിജപ്പെട്ട്. കൂട്ടത്തിലുള്ള എല്ലാ സൈനിക നേതാക്കന്മാർക്കും ഓരോ ചുമതലയാണ്. ബാക്കി വരുന്നവരാമരികോരും ചമറിൻ അമലതിലേൽപ്പെട്ട് ഓരിനൊരുക്കത്തിൽ പരപര പാതിര നേരത്തും പട്ടണ കോട്ടയിൽ നിറയെ മനിതർ ഷോയലിൽ മുഴുകേ. പാതിരാ നേരത്തും ആളുകൾ യുദ്ധത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുറെ പേർക്ക് ഓരോ ചുമതല നൽകിയിട്ടുണ്ട്, പീരങ്കിപ്പട കാവല് നിൽക്കുന്നുണ്ട്. അങ്ങനെ പാതിരാ നേരത്തും ആളുകൾ ജോലി മുഴുകി നിൽക്കുന്ന ഒരു സമയത്ത് ടിപ്പു ഉറങ്ങാതെ അദ്ദേഹം മട്ടുപ്പാവിലൂടെ നടക്കുന്ന ഒരു രംഗമുണ്ട് ചരിത്രത്തിൽ. മുഴുകിയ നേരത്തമ്പരവാടിക തന്നിലെ ചന്ദ്രിക തൂകും പാലൊളി നോക്കി രാജൻ രാവിലുലാത്തുന്നേ. നല്ല നിലാവ് പെയ്യുന്ന രാത്രിയായിരുന്നു. അദ്ദേഹം തന്റെ മട്ടുപ്പാവിലൂടെ നടക്കുകയാണ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ മനസ്സിൽ ഒരുപാട് ചിന്തകൾ കയറി വരുന്നുണ്ട്. മനമതിലായിരം ചിന്തകളും പോയ കാലമതോർത്തും ആണൊരുവൻ ആ രാവിലെ നേരം പോക്കുന്നേ. പുലിയാം ഹൈദര പൂമകനായി പിറന്തൊരു നാൾ ദേവനഹള്ളിയിൽ ഹൈദർ എന്ന് പറയുന്ന ഒരു പട്ടാളക്കാരന്റെ മകനായി ഞാൻ ജനിച്ചു. പല പല ഓർമ്മകളും മനതാരിൽ മലവെള്ളം പോലെ അലതല്ലി. ഒരുപാട് ഓർമ്മകൾ ഇങ്ങനെ ഒരു മലവെള്ളം പോലെ പാഞ്ഞു വരികയാണ്. വെള്ളകളോടൊരു പോരിനി വേണ്ടെന്ന് ഇപ്പോഴുമേ പലരും ചൊല്ലി. കൂട്ടത്തിലില്ലൊരു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? വെള്ളക്കാരോട് ഇനി ഒരു യുദ്ധത്തിന് പോണ്ട. വാഗ്ദാനങ്ങൾ അതൊക്കെയും പിച്ചള പോലെ ഇതുവരെയും തള്ളി. വെള്ളകളി നാട് കരമിലൊതുക്കാൻ തുനിയുമ്പോൾ വിട്ടുകൊടുക്കണോ ഞാൻ എന്നാട് നാടിന് വേണ്ടി പൊരുതാം. അദ്ദേഹത്തിന്റെ അവസാനത്തെ തീരുമാനമാണ്. കാരണം ആ രാത്രിയിൽ അദ്ദേഹത്തിന് തീരുമാനിക്കാമായിരുന്നു ജീവിക്കണോ അല്ലെങ്കിൽ മരിക്കണോ എന്നുള്ളത്. ഏതാണ്ട് അദ്ദേഹത്തിന് യുദ്ധത്തിന്റെ ഒരു കടപ്പുവശം അദ്ദേഹത്തിന് അറിയാം. കാരണം അദ്ദേഹം ഒരു പോരാളിയാണ്. അങ്ങനെ നിൽക്കുന്ന അദ്ദേഹം അന്നത്തെ രാത്രി അവസാനിക്കുമ്പോൾ അദ്ദേഹം തീരുമാനിക്കുന്നത് യുദ്ധത്തിന് വേണ്ടി ഒരുങ്ങാൻ വേണ്ടി തന്നെയാണ്. അങ്ങനെ അദ്ദേഹം പിറ്റേന്ന് ഞാൻ കുറച്ച് ഇശലുകൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ യുദ്ധം തുടങ്ങി. അതിഘോരമായ യുദ്ധമാണ്. അങ്ങനെ ആ യുദ്ധത്തിന്റെ ഇടയ്ക്ക് ഒരു പീരങ്കിയുടെ ഒരു ചീള് റുക്കിയയുടെ നെറ്റിയിലേക്ക് വീഴുകയാണ്. റുക്കിയ ബീവിയുടെ നെറ്റിയിലേക്ക് വീണ് അവർ മരണപ്പെട്ടു. ചീറ്റിത്തേറിച്ചതിലെ കൂറ്റനാം ചീളതൊന്ന് നെറ്റിയിൽ കൊണ്ട് റുക്കിയ ചിതമൊത്ത ടിപ്പുവെന്ന പതിയെയും വിട്ടകന്ന് മൃതിയായി പൊന്നു സഖിയ. ഇറ്റിറ്റു വീണമിലിയിറ്റിൽ മണവിയുടെ ഒട്ടേറെ ഓർമ്മ ചൊരിന്തോ. ഇഷ്കിൻ മഹാസമുദ്രമോതായിരമ്പി ഒന്നും പേശാതെ രാജനിരുന്നു. റുക്കിയ എന്ന് പറയുന്നത് 14 വർഷക്കാലത്തോളം ടിപ്പുവിനെ മാത്രം മനസ്സിൽ സ്വപ്നം കണ്ട് ജീവിച്ച ഒരു പെൺകൊടിയായിരുന്നു. അവരുമായി ജീവിതത്തിൽ ഒരുപാട് ജീവിതം മുന്നോട്ട് പോയ ടിപ്പു അവരുമായി വലിയൊരു ഇഷ്കിലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് റുക്കിയ വീണു എന്ന് പറഞ്ഞപ്പോ ടിപ്പുവിന് വല്ലാത്തൊരു ഷോക്കായി. ഒരു സമയം അദ്ദേഹം ഒന്നും മിണ്ടാതെ അദ്ദേഹത്തിന്റെ കണ്ണുനീരിറ്റിക്കൊണ്ട് റുക്കിയയുടെ മൃതദേഹത്തിന്റെ അടുത്തിരിക്കുകയാണ്. ഉറ്റ സൗജത്തിനോടുള്ള ഏറ്റവും പീരീശമാലെ ചുറ്റിയവൾക്ക് കഫനായി ഉടയാടയൊന്ന് പണ്ട് പുടവ കൊടുത്തതാണ് മടവിക്ക് മംഗലത്തിനായി. അവര് വിവാഹം കഴിക്കുമ്പോ റുക്കിയെ ഉടുപ്പിച്ചിരുന്ന അതേ വസ്ത്രത്തിലാണ് റുക്കിയെ മറമാടുന്നത്. അങ്ങനെ ഒരു കഥാസന്ദർഭം കൂടിയുണ്ട്. അങ്ങനെ യുദ്ധം വീണ്ടും തകൃതിയായി മുന്നോട്ട് പോവുകയാണ്. അപ്പൊ ഇതിന്റെ ഇടക്ക് ബ്രിട്ടീഷുകാർ അദ്ദേഹം പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിലാണ് നഗരമധ്യത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഒരു വലിയൊരു ആനപ്പട തന്നെ വരികയാണ്. ആ ആനപ്പട എന്ന് പറയുന്നത് ആന തൻപട നീങ്ങി വന്നതിൻ ചേതികൾ അറിവാം അതതുകളില്ലാത്തരമാം പെരുമ്പടയാണതും നിജമാം. വലിയൊരു പടയാണ് കോട്ടയെ ലക്ഷ്യമാക്കി വരുന്നത്. ആയതിൻ തലയാണ് ഹാരിസതെന്ന വീരനുമാം കുടിലനുമാണവൻ പെരുമാ ഉലകിലേറിയ തരമാ ഉന്നമാക്കിയ കോട്ട തന്നരികൊള്ളൊരാ നെഹറ കടന്നിടാൻ ആരുമേ മുതിര അതുവഴി പോരുവാൻ തിമിറ. ഞാൻ നേരത്തെ പറഞ്ഞ കാവേരി നദി എന്ന് പറയുന്നത് ടിപ്പുവിന്റെ കോട്ടക്ക് വലിയ ഒരു സംരക്ഷണമാണ് ഒരുക്കിയിരുന്നത്. അത് കടന്നു വരാൻ ആരും മുതിരാറില്ല. കാരണം നമുക്കറിയാം, ഞാൻ ഇതിൽ ഒരു റെഫറൻസ് എഴുതിയിട്ടുള്ളത് ഉഹുദ് യുദ്ധത്തിന്റെ ഒരു പ്രാധാന്യം പോലെയാണ്. അടുത്ത ഭാഗത്ത് എഴുതിയിട്ടുള്ളതാണ്. ഉഹുദ് മല പോലേറെ തന്തിര താനമാനഹറ കടക്കുകിൽ ഫായിദ കസുറ കടന്നവർ
നേടുമാച്ചമറ. ഉഹുദുമല പോലെ, ഉഹുദുമല എങ്ങനെയായിരുന്നു അന്ന് ഉഹുദ് യുദ്ധത്തിൽ തന്ത്രപ്രധാനമായിരുന്നത്, അതുപോലെ തന്നെ ആ കാവേരി നദി എന്ന് പറയുന്നത് ടിപ്പുവിന്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ ടിപ്പുവിന്റെ യുദ്ധത്തിൽ വളരെ തന്ത്രപ്രധാനമായിരുന്ന ഒരു ഭാഗമായിരുന്നു. അപ്പോ ഒരു തരത്തിലും കാവേരി നദി ആരും മുറിച്ചു കടക്കില്ല. കാരണം കാവേരി നദിക്ക് ഇപ്പുറത്ത് കോട്ടയുണ്ട്, കോട്ടയുടെ മുകളിൽ പീരങ്കി പടകളുണ്ട്. അപ്പൊ ആരെങ്കിലും നദി മുറിച്ചു കടക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അവരെ വെടിവെച്ച് വീഴ്ത്താനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. അതുകൊണ്ട് തന്നെ കാവേരി നദി വഴി മുറിച്ചു കടക്കാൻ ആരും ധൈര്യപ്പെടില്ല എന്നതാണ് അദ്ദേഹത്തിന്റെ വിശ്വാസം. പക്ഷെ ആ വിശ്വാസം തെറ്റുകയാണ്. കാരണം ഈ പാട്ടിന്റെ അടുത്ത ഭാഗങ്ങളിൽ പറയുന്നത് സയ്യിദ് സാഹിബ് എന്ന് പറയുന്ന ഒരു ഒറ്റുകാരൻ, അതായത് മീർ സ്വാദിഖിന്റെ കൂട്ടാളിയായിരുന്നു ആ ഭാഗത്തിന്റെ ചുമതലക്കാരൻ. ചിലര് ശ്രമിക്കുന്നുണ്ട് വെടിവെച്ച് വീഴ്ത്താൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പീരങ്കി ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ സയ്യിദ് സാഹിബ് പറയുന്നത് ആനപ്പടകളെ ഒന്നും ചെയ്യരുത്. കാരണം ആനകളുടെ വരവിനെ കുറിച്ച് ടിപ്പു സുൽത്താൻ അറിയാം. അവരെക്കുറിച്ച് അദ്ദേഹത്തിന് കൃത്യമായ ബോധ്യമുണ്ട്. അവരെ എന്ത് ചെയ്യണമെന്നും അദ്ദേഹത്തിന് നല്ല നിശ്ചയമുണ്ട്. ഞാനാണ് പറയുന്നത്, നീ യുദ്ധം ചെയ്യരുത്, നീ വെടിവെക്കരുത് എന്ന് ഈ സയ്യിദ് സാഹിബ് പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അത് ഒരു വലിയൊരു ചതിയായിരുന്നു. അങ്ങനെ ആനപ്പടകൾ കയറി വരികയാണ്. അപ്പൊ ഏറെക്കുറെ ടിപ്പുവിന് മനസ്സിലായി യുദ്ധത്തിന്റെ ഗതി. അദ്ദേഹം പൂർണ്ണയെ വിളിച്ചിട്ട് പറയാണ്, ഈ യുദ്ധം നമ്മൾ പരാജയപ്പെടാൻ പോവുകയാണ്. കാരണം നമ്മുടെ കൂട്ടത്തിൽ ഒറ്റുകാരുണ്ട്. അതിന് അദ്ദേഹം 3 കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒന്ന്, എങ്ങനെയാണ് ബ്രിട്ടീഷുകാരുടെ സൈന്യം ഇത്ര വേഗത്തിൽ നഗരമധ്യത്തിലെത്തിയത്? അതായത് അതിരുകളിലൊന്നും ആരും അവരെ തടഞ്ഞില്ല. രണ്ടാമത്, ആനപ്പട കയറി വന്നപ്പോൾ എന്തുകൊണ്ട് വെടിവെച്ചില്ല? 2, ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ, നമ്മുടെ കൂട്ടത്തിൽ ഒറ്റുകാരുണ്ട്. ആ ഒറ്റുകാരൻ എന്ന് പറയുന്നത് മറ്റാരുമല്ല, മീർ സ്വാദിഖാണ് എന്ന് പൂർണ്ണയ്യയോട് ടിപ്പു പറയുകയാണ്. പൂർണ്ണയ്യ ഞെട്ടുകയാണ്. അദ്ദേഹം പറഞ്ഞു, അങ്ങ് എന്താണ് പറയുന്നത്? അങ്ങ് വെറും വാക്ക് പറയുന്ന ഒരു മനുഷ്യനല്ല എന്ന് എനിക്കറിയാം. അങ്ങ് അങ്ങനെ വെറും വാക്ക് പറയാറില്ല. സത്യമാണോ ഈ പറയുന്നത്? അതെ. അപ്പൊ പൂർണ്ണയ്യ ഒരു നിമിഷം സ്തബ്ധനായി ഇരുന്നു കൊണ്ട് പറയുകയാണ്, അങ്ങേക്ക് രക്ഷപ്പെടാൻ ഒരു മാർഗമുണ്ട്. അങ്ങേക്ക് രക്ഷപ്പെടാൻ ഈ കോട്ടയുടെ അകത്ത് രഹസ്യ തുരങ്കങ്ങളുണ്ട്. ആ തുരങ്കങ്ങളെ കുറിച്ച് എനിക്കും താങ്കൾക്കും വളരെ കുറച്ചു പേർക്ക് മാത്രമേ അറിയുകയുള്ളൂ. വളരെ സുരക്ഷിതമായി ഈ രാജ്യത്ത് നിന്ന് മറ്റൊരു ദേശത്തേക്ക് എത്തിച്ചേരാൻ അങ്ങേക്ക് മാർഗമുണ്ട്. അപ്പൊ ടിപ്പു പറയാണ്, നേതാവതിനോടുരത്തെ ജവാബ് നെഹി എന്ന വാക്കാ തുറക്കേണ്ട ബാബ്. ടിപ്പു പറയാണ്, നോ, ഞാൻ തയ്യാറല്ല. താതെന്റെ സ്നേഹിത ഉങ്ങളുടെ ഹുബ്, എന്റെ പ്രിയപ്പെട്ട പിതാവിന്റെ സ്നേഹിത. പൂർണ്ണയ്യ ഹൈദരാലിയുടെ സ്നേഹിതനായിരുന്നു. തന്നു എനിക്കുങ്കൾ താതന്റെ സ്നേഹിത ഉങ്ങളുടെ ഹുബ്, അങ്ങയുടെ സ്നേഹം അങ്ങ് എനിക്ക് തന്നു കഴിഞ്ഞിരിക്കുന്നു. അങ്ങേ അള്ളാഹു കാക്കട്ടെ. തന്നു എനിക്കുങ്കൾ കാക്കട്ടെ റബ്ബ്, അങ്ങ് എനിക്ക് നൽകാവുന്ന സ്നേഹമൊക്കെ നൽകിക്കഴിഞ്ഞു. ഇനി അങ്ങേ ദൈവം രക്ഷിക്കട്ടെ. പതിഹിന്ദിനായി മരിക്കാൻ മുറാദ്, ഈ രാജ്യത്തിന് വേണ്ടി മരിക്കലാണ് എന്റെ ലക്ഷ്യം. പൊരുതി മരിക്കലൻ ദീനിൽ ഷഹീദ്, പോരാടി മരിക്കുക എന്ന് പറയുന്നത് എന്റെ മതം പറയുന്നത് ഷഹീദിന്റെ കൂലി നൽകുന്ന കാര്യമാണെന്ന്. അതോടൊപ്പം അദ്ദേഹം പറയാണ്, അതിനോടെനിക്കൊട്ടുമില്ല ഭയം കേൾ, മരിക്കാൻ എനിക്ക് ഭയമില്ല. അസ്രായിലെത്തും മരിക്കും ഒരു നാൾ, ഇന്നല്ലെങ്കിൽ നാളെ അസ്രായിൽ എന്ന് പറയുന്ന മരണത്തിന്റെ മാലാക വരും. ഞാനും മരിക്കും, നിങ്ങളും മരിക്കും, എല്ലാവരും മരിക്കും. ഒരു നാൾ മരിക്കുമെന്ന് ഓർത്തു ഭയന്തോർ അവരാണിന്ന് നമ്മെ ചതിച്ചോർ. അദ്ദേഹം പറയാണ്, മരിക്കും പേടിച്ച് ഭയന്ന് ജീവിക്കുന്നവരാണ് നമ്മളെ ചതിച്ചവര് എന്ന് പറഞ്ഞ് അദ്ദേഹം ഈ പൂർണ്ണയെ വിലക്കാണ്. എന്നിട്ട് അദ്ദേഹം തന്റെ വസ്ത്രങ്ങൾ ധരിക്കുകയാണ്. വീരന്നരപ്പട്ട കെട്ടി ഒരുങ്ങി വീരേതിഹാസം വജിഹിൽ വിളങ്ങി. അദ്ദേഹത്തിന്റെ അരപ്പട്ട കെട്ടുകയാണ്. അദ്ദേഹത്തെ കുറിച്ച് ചരിത്രകാരൻ പറയുന്നത് ആ ഒരു രംഗം ഒന്ന് നമ്മൾ കാണേണ്ടത് തന്നെയാണ്. ആ രംഗം എഴുതാൻ ഖദറില്ല കരമേ, അതിനെ തമാമാക്കാൻ മഷി പോര കലമേ. ഈ വിനീതനായ ഞാൻ പറയുന്നത്, അതിനെക്കുറിച്ച് എഴുതാൻ എനിക്ക് വാക്കുകളില്ല, എന്റെ തൂലികൾക്ക് അതിൽ മഷിയുമില്ല. മാരുതൻ ഹർബിന്റെ കാളം മുഷക്കി മായക്കുലത്തെയുമേറ്റം നടുക്കി, ആരവം കേട്ടേ അടലിൻ മുഷക്കം അത് കൂടി കൂടി വരുന്നേ ഒടുക്കം. യുദ്ധത്തിന്റെ ആ കാഹളം മുഴങ്ങി അതിങ്ങനെ കൂടി പെരുമ്പറ കൊട്ടി വരികയാണ്. ആ ഒരു രംഗത്തിലാണ് അദ്ദേഹം അരപ്പട്ട കെട്ടി യുദ്ധത്തിന് തയ്യാറാവുന്നത്. ഈ സമയത്ത് മറ്റൊരു കഥ കൂടി നടക്കുന്നുണ്ട്. വളരെ രഹസ്യമായി ടിപ്പുവിന്റെ പ്രധാനപ്പെട്ട ഒരു സൈന്യാധിപൻ എന്ന് പറയുന്നത് ഖാസി ഖാൻ ആയിരുന്നു. ടിപ്പുവിന് അടവും തടവും പഠിപ്പിച്ച, നമ്മുടെ ഈ കഥയിൽ ഒരുപാട് കഥാസന്ദർഭങ്ങളിൽ ഖാസി ഖാനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്.
ഖാസി ഖാൻ എന്ന് പറയുന്ന ടിപ്പുവിന്റെ ഗുരുനാഥൻ കൂടിയായിട്ടുള്ള വലിയൊരു പോരാളി, അദ്ദേഹത്തിനായിരുന്നു ഒരു ഭാഗം കോട്ടയുടെ മുഴുവൻ ചുമതലകളും. ആ ഖാസി ഖാനെ കുറച്ചു പേര് വിളിക്കാണ്, വിളിത്തേ ഒരു കൂട്ടർ വരൂ ഖാസി ഖാൻ ബഹുമാനരെ കത്തുണ്ടുമതിന്നേകാൻ. ഖാസി ഖാനെ വിളിച്ചിട്ട് പറയണേ, അങ്ങ് ഒന്ന് വരണം, അങ്ങേക്ക് ഒരു കത്ത് നൽകാനുണ്ട്. വിളി കേട്ടുടൻ ഖാസി അരികിലെത്തി, വലിയ രഹസ്യമാണവർ വിരുത്തി. എനിക്കൊരു രഹസ്യം പറയാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കുറച്ചു പേര് അദ്ദേഹത്തെ വിളിക്കുന്നുണ്ട്. ഒളിവേറുമൈ കണ്ട് അറിയാനായി എഴുതി മീർ സ്വാദിക്കിത് പെരും സിറായി. അങ്ങേക്ക് മാത്രം നൽകാൻ വേണ്ടിയിട്ട് വളരെ രഹസ്യമായിട്ടുള്ള ഒരു കത്ത് മീർ സാദിക്ക് ഞങ്ങളെ ഏൽപ്പിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് കുറച്ചു പേര് അദ്ദേഹത്തെ വിളിച്ചു കൊണ്ടുപോവുകയാണ്. അങ്ങനെ അദ്ദേഹം ഒരു ഇരുട്ട് മുറിയിലേക്ക് കയറി. ആ മുറിയുടെ അകത്ത് കയറി അദ്ദേഹം ഒരു വിളക്ക് കത്തിച്ച് ഈ കത്ത് വായിക്കാൻ വേണ്ടി തുറക്കുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പുറകിൽ അവരടിക്കുകയാണ്. അതൊരു ചതിയായിരുന്നു. കാരണം ടിപ്പുവിന്റെ ഏറ്റവും വിശ്വസ്തനായ ഒരു പോരാളിയായിരുന്നു ഖാസി ഖാൻ. ഖാസി ഖാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ടിപ്പുവിന്റെ കോട്ട വീഴില്ലായിരുന്നു, അത് അവർക്കറിയാം. അങ്ങനെ ഇരിക്കെയാണ് അവര് അദ്ദേഹത്തെ അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോയി കൊലപ്പെടുത്തിയത്. ഈ സംഭവം കൂടി ആയപ്പോൾ ടിപ്പു ആകെ തകർന്നു പോയി. കാരണം ഖാസി ഖാൻ എന്ന് പറയുന്ന വലിയ ഒരു പോരാളി തകർന്നു വീണിരിക്കുന്നു, അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. അങ്ങനെ യുദ്ധത്തിന്റെ പുലരിയാണ്. ടിപ്പുവിന് നന്നായിട്ട് പനിക്കുന്നുണ്ട്. കഠിനമിൽ നൊന്തവർ കതിരൻ ഉണർന്നിടും കപിലിലെഴുന്തിടലായി. കതിരൻ ഉണരുന്നതിന് മുമ്പ്, സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ ശരീരമാസകലം വേദന ഉണ്ടെങ്കിലും അദ്ദേഹം എഴുന്നേൽക്കുകയാണ്. ഉസുലി കഷിത്തവർ പുലരി വക്കുത്തതിൽ ഇരവ് നടത്തിടലായി. കുളിച്ച് അദ്ദേഹം സുബഹി നമസ്കാരം കഴിഞ്ഞു. മുടങ്ങിട ഇപ്പതിവിതുവരെ പാതിര വലശോൾ പൊളുതതിലും മഹിതമിൽ മർത്തബ കയറിയൊരു ഉത്തമ മുഅ്മിനരാ തരുളും. അതായത് അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ പാതിരാ നേരം വരെ അദ്ദേഹം ജോലി ചെയ്താലും ഈ സുബഹി എന്ന് പറയുന്ന അദ്ദേഹം മുടക്കാറുണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. അങ്ങനെ പനിയായിട്ട് അദ്ദേഹം രാവിലെ എണീക്കുകയാണ്. എണീറ്റ സമയത്ത് കൊട്ടാരത്തിലെ ഹാക്കിം ബത്തർ എന്ന് പറയുന്ന കൊട്ടാരം വൈദ്യൻ പറയുന്നുണ്ട്, ഇന്നത്തെ ദിവസം അങ്ങ് യുദ്ധത്തിന് തയ്യാറാവരുത്, അങ്ങയുടെ ശരീരമാസകലം പൊള്ളുന്നുണ്ട്, അങ്ങേക്ക് പനിയുണ്ട്, അങ്ങ് യുദ്ധത്തിന് ഒരുങ്ങരുത് എന്ന് അദ്ദേഹത്തോട് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ യുദ്ധത്തിന് തയ്യാറായിട്ട് തന്നെയാണ് എണീറ്റിട്ടുള്ളത് എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ യുദ്ധത്തിന്റെ മുന്നണി പോരാളിയായിട്ട് പൊരുതി. ഏതാണ്ട് ഒരു ഉച്ച സമയം വരെ അദ്ദേഹം പൊരുതി നിൽക്കുകയാണ്. ശരീരമാസകലം വേദനയാണ്, പനിയാണ്. ഒരു പനിയുള്ള മനുഷ്യൻ എങ്ങനെയാണ് യുദ്ധത്തിൽ പോരാടുക എന്ന് നമുക്ക് ചിന്തിക്കാം. പക്ഷെ അദ്ദേഹം അത്രത്തോളം സമയം അദ്ദേഹം പോരാടി ഒടുവിൽ അദ്ദേഹത്തിന് വിശക്കുകയാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ കുഞ്ഞാലി മാഷ് ഇവിടെ പരാമർശിച്ച ചരിത്രഭാഗം, അതായത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി അദ്ദേഹം വരികയാണ്. അങ്ങനെ ഭക്ഷണ തളികയിലേക്ക് അദ്ദേഹം കൈ നീട്ടുന്ന സമയത്താണ് കോട്ടയുടെ വാതിൽ തുറന്നതായിട്ട് വാർത്ത കേൾക്കുന്നത്. അതായത് ഭക്ഷണം കഴിച്ചിട്ടില്ല, വിശന്ന് വളരെയധികം പരവശനായി അദ്ദേഹം ഇരിക്കുമ്പോഴാണ് ഈ കോട്ടയുടെ വാതിൽ തുറന്ന കാര്യം അദ്ദേഹം അറിയുന്നത്. ഉടനെ അദ്ദേഹം തന്റെ വാളെടുത്തുകൊണ്ട് ഒരു ഉരുള പോലും വായിലേക്ക് വെക്കാതെ അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ്. അങ്ങനെ പോകുന്നൊരു പാട്ടാണ്. പോകവേ കണ്ടുള്ള വെള്ളക്കാരെ തുണ്ടമതാക്കി, പോർപുലി സുൽത്താന്റെ വരവത് വെള്ളയെ ഭയമാക്കി, ഏകനായ തുവിന്റെ മുന്നിൽ ഉഷർന്ന് സുൽത്താൻ ചാടി, ഏതവനാണുണ്ടടാ അന കണ്ടിടട്ടെ നോടി. പോകുന്ന വഴിക്ക് അദ്ദേഹം കാണുന്ന വെള്ളക്കാരെയൊക്കെ വെട്ടി തുണ്ടമാക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹമാണ് ഏറ്റവും മുന്നിൽ. അദ്ദേഹം എന്നിട്ട് പറയണ, ഏത് ആണുങ്ങളുണ്ടടാ എന്നോട് പോരാടാൻ, ഊക്കനെ കണ്ടൊരുത്തന് തൽക്ഷണം മതി പോയി. അദ്ദേഹത്തെ കണ്ടപ്പോ തന്നെ ചിലരൊക്കെ ബോധം കെട്ട് വീഴുന്നുണ്ട്. ഉലകിലെ പുകളുറ്റ സുൽത്താൻ മുന്നിലോ ഹൗഫായി. ലോകം മുഴുവൻ അറിയപ്പെടുന്ന ഈ സുൽത്താനാണോ ഈ വരുന്നത്? നോക്കവേ അത വലതു കണ്ടവൻ ഇപ്പോ ഇടതിലുമായി. നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ചില സമയത്ത് അദ്ദേഹം വലതുവശത്താണ് പോരാടിക്കൊണ്ടിരിക്കുന്നത്, മറ്റു ചില സന്ദർഭങ്ങളിൽ അദ്ദേഹം ഇടതുവശത്തിലാണ്. നേരിടും കൊലക്കൊമ്പരും പല വമ്പരും പൊടിയായി, പൊടിപാറി പുലിച്ചീറി മുന്നേറി ചമറിൽ അതുകൾ പേടി പിടികൂടി മറ തേടി പടയിൽ ചരിതമിനേടിൽ പടവീറിൽ ചുടുനീരാലെഴുതും ചമറിത് ഈറ്റ പുലി ചീറ്റും വിധമേറ്റം മികവാൽ മലിക്കവർ കഠിനം ഹർബത് തുടരും തരുൾമുത്ത് കടുവ കരുത്തിലടലിൽ മുളുകലായി ഇടയിൽ കയറിയും നൊടിയിൽ കുതറിയും ഘടുകമുയർത്തിയും വെടികൾ ഉതിർത്തിയേ ശക്തം പുലിയുടെ ഉഹിരതും വ്യക്തം അതുകൾ ഞെട്ടും അതുവിധമാണ് പോരാട്ടം. ഇടതും വലതും മാറി മാറി
മുന്നിൽ കണ്ട മുഴുവൻ ശത്രുക്കളെയും വെട്ടിവീഴ്ത്തുന്ന ഒരു ഒരു പോരാളിയായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. ഈ സമയത്ത് വീണ്ടും ഞാൻ ഈ ഉഹുദ് യുദ്ധത്തിന്റെ ഒരു റെഫറൻസ് ഈ കഥയിലേക്ക് കൊണ്ടുവന്നത്, ഈ യുദ്ധം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ തന്നെ ഉഹുദ് യുദ്ധത്തിൽ ഹംസ റളിയല്ലാഹു അൻഹുവിനെ ലക്ഷ്യമിട്ടുകൊണ്ട് വഹ്ഷി എങ്ങനെയാണോ ഒരു ചാട്ടുളിയുമായി നടക്കുന്നത്, അതുപോലെ ടിപ്പുവിനെ മാത്രം ലക്ഷ്യമിട്ടുകൊണ്ട് ഒരാൾ ഒരു തോക്കും പിടിച്ച് നടക്കുന്നുണ്ട്. പോരാട്ടം മുറുകുന്നിടക്ക് വീരന് നേർക്കൊരുവന്റെ തോക്ക്, പാത്ത് നടന്നവൻ ഹിന്ദിനെ നന്മണി മുത്തിനെയാലാക്ക്. ഇന്ത്യയുടെ നന്മണി മുത്തിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരുത്തൻ പാത്ത് നടക്കുകയാണ്. അങ്ങനെ അദ്ദേഹം ആ ഒരു ലക്ഷ്യം വെച്ച് നടക്കുന്ന പട്ടാളക്കാരൻ തന്നെ മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, എന്തൊരു വലിയ ധീരനാണ്. എന്നിട്ടാണ് അദ്ദേഹം വെടിവെക്കുന്നത്. അങ്ങനെ ആ വെടി കൊണ്ടു അദ്ദേഹത്തിന് ശരീരത്തിൽ വെടിയേറ്റ് അദ്ദേഹം വീഴുകയാണ്. മുറ്റത്തൂടൽ പറ്റി ഊറ്റനൊടുക്കത്തിൻ കൂറ്റടക്കി നിനത്തോൻ. ആ കോട്ടയുടെ മുറ്റത്ത് അദ്ദേഹം വീണു. അദ്ദേഹത്തിന്റെ കൂറ്റടങ്ങി, അതായത് ശ്വാസം അടങ്ങി എന്ന് വിചാരിച്ച് മുന്തും കരവാളിൻ ചന്തമതും കണ്ട് കൊണ്ടിടുവാനടുത്തേൻ. അദ്ദേഹത്തിന്റെ കയ്യിലെ കരവാളിന്റെ ചന്തം കണ്ട് അത് കട്ടെടുക്കാൻ വേണ്ടി ഒരു പട്ടാളക്കാരൻ വരികയാണ്. ഒട്ടും മിടിപ്പില്ല, കിട്ടില്ല അവസരം മറ്റാരേലും എടുത്താൽ. ടിപ്പുവിനെ കാണാനാണെങ്കിൽ ഒട്ടും മിടുപ്പില്ല, കിട്ടില്ല അവസരം മറ്റാരേലും എടുത്താൽ. വേറെ ആരെങ്കിലും വന്നിട്ട് ഈ കരവാൾ കൈക്കലാക്കുകയാണെങ്കിൽ എനിക്കത് നഷ്ടപ്പെടും. ഒച്ചയടക്കിക്കൊണ്ട് ഉച്ഛാസമില്ലാതെ അരജന്റെ അടുത്തടുത്താർ. ഒച്ചയില്ലാതെ രാജാവിന്റെ അടുത്തേക്ക് അവൻ വരികയാണ്. ഈ സമയത്താണ് തൊട്ടില്ലെന്ന മട്ടിലടുത്തപ്പോൾ പെട്ടനെ ടിപ്പു വെട്ടി. തൊട്ടില്ലെന്ന മട്ടിലടുത്തപ്പോൾ പെട്ടനെ ടിപ്പു വെട്ടി. തിട്ടം കളത്തുമ്മൽ തട്ടി ശിരം പൊട്ടി ദുഷ്ടനും മണ്ണു പറ്റി. കൃത്യമായി അവന്റെ കഴുത്തിൽ തന്നെ തട്ടിയിട്ട് ആ ടിപ്പുവിന്റെ കരവാൾ സ്വന്തമാക്കാൻ മോഹിച്ച ആ ഒരു ബ്രിട്ടീഷുകാരനെയും കൊന്നുകൊണ്ടാണ് ടിപ്പു അദ്ദേഹത്തിന്റെ അന്ത്യശ്വാസം വലിക്കുന്നത്. ഈ സമയത്ത് മീർ സ്വാദിഖ് കോട്ടയുടെ അകത്ത് ഇരുന്നിട്ട് വലിയ അട്ടഹാസം മുഴക്കുന്നുണ്ട്. ഏതാണ്ട് ആ സമയത്ത് ആയപ്പോഴേക്ക് ഒറ്റുകാരൻ മീർ സ്വാദിഖായിരുന്നു എന്ന് ടിപ്പുവിന്റെ കൂട്ടാളികൾക്കെല്ലാം മനസ്സിലായിട്ടുണ്ട്. അവർ കയറി അവനെയും കൊലപ്പെടുത്തുന്ന ഒരു കഥാസന്ദർഭമാണ് പിന്നീടുള്ളത്. ഈ സമയത്ത് വെല്ലസ്ലിക്ക് വാർത്ത കിട്ടുകയാണ്, ടിപ്പു വീണിട്ടുണ്ട് എന്നുള്ള വാർത്ത വെല്ലസ്ലിക്ക്, അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നില്ല, അദ്ദേഹത്തിന് വാർത്ത കേട്ടാണ്. അദ്ദേഹം വിശ്വസിക്കുന്നില്ല. കാരണം അതിമാനുഷികനായ ഒരു മനുഷ്യനായിട്ടാണ് അദ്ദേഹം ടിപ്പുവിനെ കാണുന്നത്. അദ്ദേഹം വീഴുക എന്ന് പറയുന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് സ്വന്തം കണ്ണുകൊണ്ട് ആ മൃതദേഹം കാണാതെ താൻ വിശ്വസിക്കില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് അദ്ദേഹം പാലസിലേക്ക് വരികയാണ്. അതാണ് നേരത്തെ ഇവിടെ ഹിക്മത്തുള്ള സാഹിബ് പാടിയ ഭാഗം. പാലസെത്തി കണ്ടതെന്താ നേരമപ്പോൾ രാത്രി സമയമാണ് കൊട്ടാരം. പാർവണ ബദർ തെളിന്ത പോലെ കത്തി പൂത്തിരി. ബ്രിട്ടീഷുകാർ ആഘോഷം തുടങ്ങിയിട്ടുണ്ട്, പൂത്തിരി. അതുപോലെ തന്നെ അന്നത്തെ വലിയ വലിയ ആഘോഷങ്ങൾ അവർ നടത്തുകയാണ്. അങ്ങനെ ബ്രിട്ടീഷുകാരുടെ നടുവിലാണ് ടിപ്പുവിന്റെ മൃതദേഹം കണ്ടെത്തുന്നത്. ഉലക് കണ്ട നായനോ ബിലാത്തികൾക്ക് ബ്രിട്ടീഷുകാരുടെ നടുവിലാണ് ലോകം കണ്ട ഏറ്റവും വലിയ പോരാളി കിടക്കുന്നത്. ഉദിമതി ഷഹീദമൽ മില്ലത്തിന്റെ വജ്ഹിറങ്കില. അങ്ങനെ മരിച്ചു കിടക്കുകയാണെങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്തിന് വലിയ പ്രസന്നതയുണ്ടായിരുന്നു. കലിമത്തിൽ യഖീനുറച്ചിട്ട് അമലി ചെയ്ത സിന്ദഗി. ജീവിതം മുഴുവൻ കലിമത്ത് തൗഹീദിന് വേണ്ടി അമല് ചെയ്ത് അതിൽ അടിയുറച്ച് വിശ്വസിച്ച് ജീവിതം മുഴുവൻ ജീവിച്ചു ചേർത്ത ഒരു മഹത്തായ ഒരു ജീവിതം. ഖാദിറെ സുഖത്തിലാക്കി ടിപ്പുവോരെ ബർസഖി. പ്രാർത്ഥിക്കുകയാണ്, അള്ളാഹുവെ അവന്റെ ഈ ടിപ്പുവിന്റെ ബർസഖിയായ ജീവിതം നീ നന്നാക്കി കൊടുക്കണേ. എന്നിട്ട് വെല്ലസ്ലി കണ്ടു ബോധ്യപ്പെട്ടുകൊണ്ട് പറയുകയാണ്, ബിലാത്തി ബിണ്ടു ഹിന്ദു വീണു എന്റെ കാലിൻ കീഴിലാ. ഇന്ത്യ എന്റെ കാൽ കീഴിൽ വീണിരിക്കുന്നു. ഒരു രാജാവ് വീണിരിക്കുന്നു എന്നല്ല പറയുന്നത്, ടിപ്പു വീണിരിക്കുന്നു എന്നല്ല പറയുന്നത്, ഇന്ത്യ വീണിരിക്കുന്നു. കാരണം എന്താ, വേറെയും രാജാക്കന്മാർ അന്നുണ്ട്. പക്ഷേ ടിപ്പു എന്ന് പറയുന്ന അതിമാനുഷികൻ എന്ന് ഇദ്ദേഹം കരുതുന്ന ഈ വ്യക്തി വീണാലല്ലാതെ ഇന്ത്യ തനിക്ക് കീഴ്പ്പെടില്ല എന്ന് 100% അറിയുന്ന വെല്ലസ്ലി അന്ന് പറയുകയാണ്. അന്ന് ഈ ചരിത്രത്തിന്റെ പുസ്തകങ്ങളിൽ നമുക്ക് വായിക്കാൻ കഴിയും, ഇന്ത്യ എനിക്ക് കീഴടങ്ങിയിരിക്കുന്നു. ബഹുമതി മലിക്കുൽ ബ്രിട്ടനേകുമൻ കരത്തിലാൽ. അതിനുള്ള ബഹുമതി ബ്രിട്ടന്റെ രാജാവ് തന്നെ എനിക്ക് തരും. അങ്ങനെ കരമുയർത്തി കരത്തിലായി ഹിന്ദവർക്ക് അതു മുതൽക്ക് നിശ്ചയം. തീർച്ചയാണ്, അന്നു മുതൽ അവർക്ക് ഇന്ത്യ അവരുടെ കൈപ്പിടിയിലായി. കരമുയർത്തിയില്ലൊരരശനും കടുത്തു പോയി ഭയം. അതിനുശേഷം ഒരു രാജാവും ബ്രിട്ടീഷുകാർക്ക് നേരെ വിരലുയർത്തിയിട്ടില്ല. കാരണം അത്രമാത്രം അവരുടെ ഭയം കടുത്തുപോയിരുന്നു. മരിക്കുവോളം ഹിന്ദിലേതും മൺതരിക്കും കാവലാൾ.
മൈസൂർ കടുവ എന്ന പേരിൽ പുകളു പെറ്റൊരേ ഒരാൾ മരിക്കോളം ഇന്ത്യയുടെ ഓരോ മൺതരിക്കും കാവലായി നിന്നുകൊണ്ട് തന്റെ ജീവിതം തന്നെ ഈ രാജ്യത്തിന് വേണ്ടി ഹോമിച്ച മൈസൂർ കടുവ എന്ന് ചരിത്രത്തിൽ ഒരേ ഒരു നാമം മാത്രമുള്ള ഒരേ ഒരു നാമകരണത്തിൽ അറിയപ്പെടുന്ന ഒരു മനുഷ്യൻ അദ്ദേഹം മരണപ്പെട്ടിരിക്കുന്നു. അന്നത്തെ ദിവസം വലിയൊരു പ്രത്യേകത ഉണ്ട്. അന്ന് ഒരുപാട് എന്താ പറയാ മഴ പെയ്ത ഒരു ദിവസമായിരുന്നു അദ്ദേഹം മരണപ്പെട്ട ദിവസം എന്ന് അദ്ദേഹത്തിന്റെ വിലാപയാത്രയെ വിവരിക്കുന്ന ചരിത്ര ഗ്രന്ഥങ്ങളൊക്കെ പറയുന്നുണ്ട്. കാരണം അന്ന് മൈസൂർ കണ്ടിട്ടില്ലാത്ത വിധം മഴ പെയ്തു. പ്രകൃതി പോലും, നമുക്ക് ഒരു കവിയുടെ ഭാവന കൊണ്ട് പറയുകയാണെങ്കിൽ, ഒരു പ്രകൃതി പോലും വിഷാദത്തിലാണ്ടുപോയ ഒരു ദിവസമായിരുന്നു. അദ്ദേഹത്തിന്റെ പിതാവിന്റെയും അതുപോലെ തന്നെ മാതാവിന്റെയും സമീപത്തായി അദ്ദേഹത്തിനെ അടക്കുവാനുള്ള അനുമതി ബ്രിട്ടീഷുകാർ നൽകിയാണ്. അന്ന് ജനങ്ങൾ അദ്ദേഹത്തിന്റെ വിലാപയാത്രയെ ആയിരക്കണക്കിന് ആളുകളായിരുന്നു അനുഗമിച്ചത് എന്ന് ചരിത്രകാരന്മാർ, ബ്രിട്ടീഷുകാർ തന്നെ എഴുതിയിട്ടുണ്ട്. അതുമാത്രമല്ല, അവർ പറയുന്നത് അന്നത്തെ ദിവസം മഴ പെയ്തിട്ട് ഞങ്ങളുടെ ടെന്റുകൾ പോലും പാറിപ്പോയിരുന്നു. ആ വിധത്തിൽ പ്രകൃതി പോലും ക്ഷോഭിച്ചു നിന്ന ഒരു അന്തരീക്ഷത്തിലാണ് ടിപ്പു എന്ന് പറയുന്ന വീര പോരാളി, ഇന്ത്യയുടെ അതുപോലെ തന്നെ മൈസൂരിന്റെ ധീരനായ പോരാളി മരണപ്പെട്ടത്. ആ ഒരു ചരിത്രമാണ് ഏതാണ്ട് ഒരു ചുരുക്കി ഞാൻ അവതരിപ്പിച്ചിട്ടുള്ളത്. അപാകതകൾ ഉണ്ടാവും, ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല. അവിടെ പ്രിയപ്പെട്ട സാബി ഇരിക്കുന്നുണ്ട്, സാബിത്ത തെക്കേപ്പുറം, അറിയപ്പെട്ട എഴുത്തുകാരിയാണ്. അതുപോലെ തന്നെ മാപ്പിളപ്പാട്ട് നോവലിസ്റ്റാണ്, മാപ്പിളപ്പാട്ട് എഴുതുന്നവരാണ്. അപ്പൊ അവർക്കൊക്കെ അറിയാം മാപ്പിളപ്പാട്ടിൽ ഇങ്ങനെ ഒരു വിഷയം അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഒരു ഇച്ചിരി സങ്കീർണമാണ്. കാരണം ഈ പാട്ടും ഈ കഥയും പറയുമ്പോൾ തന്നെ മാപ്പിളപ്പാട്ടിന്റെ ഒന്നാമത്തെ ഇശൽ മുതൽ അതിന്റെ 122ാമത്തെ ഇശല് വരെ കൃത്യമായ കമ്പി കടുത്ത് വാലുമൽ കമ്പി, ഓരോ പാട്ട് തീരുമ്പോഴും ആ പാട്ടിന്റെ അവസാനം കൊണ്ടാണ് തൊട്ടടുത്ത പാട്ട് തുടങ്ങുന്നത്. അങ്ങനെ ഒന്നാമത്തെ പാട്ട് മുതൽ 122 പാട്ട് വരെ ഒരു നൂലിൽ കോർത്തതുപോലെ എഴുതിയെടുക്കുക എന്ന് പറയുന്നത് ഇത്തിരി സാഹസമാണ്. അതിന്റെ ബാക്കി കാര്യങ്ങളൊക്കെ വിലയിരുത്തേണ്ടത് സഹൃദയരായ നിങ്ങളാണ്. എന്ന് മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ട പി ടി കുഞ്ഞാലി മാഷിനെ കുറിച്ച് ഞാൻ പറയണം. കാരണം കുഞ്ഞാലി മാഷുമായിട്ട് എനിക്ക് 2 സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. വാര്യംകുന്നത്ത് സീറപ്പാട്ട് അദ്ദേഹം ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ഞാനൊരു 440 വരികളിൽ എഴുതി അത് പൂർത്തിയാക്കി. അത് അങ്ങനെ ഒരു ഇതുപോലെ കൂടുതൽ പഠനമൊന്നും നടത്തിയ ഒരു രചനയായിരുന്നില്ല. അതൊരു ദിവസം എനിക്ക് 4 വരി ഞാൻ എഴുതി, ഇങ്ങനെ വാര്യംകുന്നത്തിനെ കുറിച്ച് ഞാൻ എഴുതിയപ്പോൾ ഒരു മധുഹ് പോലെ എഴുതാമെന്ന് എഴുതി അങ്ങനെ പൂർത്തിയാക്കിയതാണ്. അപ്പോൾ ഇത് അദ്ദേഹം ഓർക്കുന്നുണ്ടോ എന്നറിയില്ല. ഷമീർ കരിപ്പൂര് അദ്ദേഹത്തിന് അയച്ചു കൊടുത്തപ്പോൾ അദ്ദേഹം നൽകിയ ഒരു മറുപടി എന്റെ മനസ്സിലുണ്ട്. ഇതില് ഒരു ഇശല് മാത്രമാണ് ഉള്ളത്. കാരണം യമൻ കെട്ട് എന്ന് പറയുന്ന ഒരൊറ്റ ഇശലിലാണ് ഇത് ഉടനീളം മുന്നോട്ട് പോകുന്നത്. അതായത് അദ്ദേഹം ഉപയോഗിച്ച വാക്ക് ഞാൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കാൻ, ഒരു ഒറ്റ വരമ്പിലൂടെയുള്ള ഒരു നടത്തായിരുന്നത്. അദ്ദേഹം പറയണത് ഒരൊറ്റ വരമ്പ്, അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തിരിയാതെ ഒരൊറ്റ വരമ്പ്. എനിക്കും അറിയാം, ഒരേ താളം, ഒരേ രീതി, ഒരേ സംഭവങ്ങൾ, ഒരേ ഭാഷ, മറ്റ് വൈവിധ്യങ്ങളൊക്കെ പരീക്ഷിക്കാമായിരുന്നിട്ടും അങ്ങനെ ചെയ്യാതിരുന്ന ഒരു കൃതി കൂടിയാണത്. അപ്പോ അദ്ദേഹത്തിന്റെ ആ ഒരു നിരീക്ഷണം എന്നോട് ഷമീർ പങ്കുവച്ചിരുന്നു. അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്ന് പറയുന്നത് ഇതിൽ ഇശൽ വൈവിധ്യങ്ങൾ ഇല്ല എന്നുള്ളതാണ്. അത് തീർച്ചയായിട്ടും ഞാൻ അംഗീകരിക്കുകയാണ്, അന്നത്തെ ഒരു വിമർശനം. പക്ഷേ ഇന്നൊരു സന്തോഷം എന്ന് പറയുന്നത് ഒരു 3-4 വർഷങ്ങൾക്ക് ശേഷം ഇതിന്റെ മനോഹരമായ പഠനം നടത്തി തന്നത് പ്രിയപ്പെട്ട പി ടി കുഞ്ഞാലി മാഷാണ്. കാരണം അദ്ദേഹം തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ 2-3 തവണ അത് വായിച്ചിട്ടുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ടിട്ടില്ലായിരുന്നെങ്കിൽ അദ്ദേഹം എന്നോട് തുറന്നു പറഞ്ഞ് എനിക്ക് ഇതിന് പഠനം എഴുതി തരില്ല എന്ന് പറയാൻ ചങ്കൂറ്റമുള്ള ഒരു മനുഷ്യനാണ് അദ്ദേഹം എന്ന് എനിക്കറിയാം. പിന്നെ പ്രിയപ്പെട്ട ഹിക്മത്തുള്ള സാഹിബ്, അദ്ദേഹം ഇതിന്റെ വാര്യംകുന്നത്ത് സീറപ്പാട്ട് അതിന്റെ അവതരണം 2022-ലോ 2021-ലോ ഞങ്ങൾ കരുവാരുകൊണ്ട് നടത്തിയിട്ടുണ്ടായിരുന്നു. അദ്ദേഹത്തിനെ ഞാൻ സമീപിച്ചപ്പോൾ വളരെ സന്തോഷം, അദ്ദേഹം സന്തോഷത്തോടെ അത് ഏറ്റെടുക്കുകയും എൻ്റെ പഠനം എനിക്ക് എഴുതി തരികയും ചെയ്തു. അങ്ങനെ കുറച്ച് പേരെ ഞാൻ ഓർക്കേണ്ടതായിട്ടുണ്ട്. വേറൊരു കാര്യം കുഞ്ഞാലി മാഷ് ഇവിടെ പറയുണ്ടായി, കുഞ്ഞാലി മരക്കാരെയൊക്കെ എഴുതി ചേർക്കണം എന്ന്. ഞാൻ 2018-ൽ 110 ഇശലുകളിൽ ഇത് എഴുതി പൂർത്തിയാക്കി വെച്ചതാണ്. പക്ഷേ പല സന്ദർഭങ്ങൾ കൊണ്ടും 1-2 പേര് എന്നോട് ഇത് പ്രസിദ്ധീകരിക്കാം എന്ന് പറഞ്ഞെങ്കിലും പല കാരണങ്ങൾ കൊണ്ട് ഇത് അങ്ങനെ മുടങ്ങിപ്പോയി. പിന്നെ നമ്മൾ ഓരോ ദിവസം നമുക്ക് നമ്മുടെ ചിന്താഗതി മാറും. ഇപ്പോൾ ഒരു എഴുതിക്കൊണ്ടിരിക്കുന്നവർക്കറിയാം, നമ്മൾ ഇന്നലെ എഴുതിയ പാട്ട് ഇന്ന് കാണുമ്പോൾ നമുക്ക് അതിൽ ചെറിയ പോരായ്മകൾ തോന്നും. അപ്പൊ ഈ 2018 എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു 33-32 വയസ്സിലാണ്. ആ ഒരു സമയത്ത് ഞാൻ എഴുതിയിരുന്ന രീതിയോട് എനിക്ക് തന്നെ ഒരു വൈമനസ്യോ എന്തൊക്കെ എനിക്ക് തന്നെ ഒരു ഉൾക്കൊള്ളായ്മ ഉള്ളത് കൊണ്ട് ഞാനത് വീണ്ടും തിരുത്തലിന് വേണ്ടി വെച്ചതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് വൈകാതെ അത് പുറത്തിറങ്ങും എന്നാണ് ഞാൻ കരുതുന്നത്. അസ്സലാമു അലൈക്കും.